കർത്താവേ, ഈ രാത്രികാലത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പാ സ്തോത്രം. കർത്താവേ, ഇത്രത്തോളം നീ ഞങ്ങളെ കരുതി, ഇത്രത്തോളം നീ ഞങ്ങളെ ആത്മാവിൽ ബലപ്പെടുത്തി ഞങ്ങളെ ശക്തീകരിച്ചതിനായിട്ട് നന്ദി പറയുന്നു. അപ്പാ സ്തോത്രം. അവൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ മുഴുവനും ഞങ്ങളെ കരുതിയല്ലോ കർത്താവേ. പലപ്പോഴൊക്കെ ഞങ്ങളൊന്നുമല്ലാതെ എന്ന് തോന്നിപ്പോകുന്ന സാഹചര്യങ്ങളിലൊക്കെ ഹല്ലേലൂയ എല്ലാം തന്ന് ഞങ്ങളെ നിറച്ച് സ്നേഹത്തിൽ പരിപാലിച്ച് കർത്താവെ തൻ്റെ മാർവോട് ചേർത്ത് പിടിച്ച മഹാസ്നേഹത്തെ ഓർത്ത് ഇന്ന് രാത്രിയിലും കർത്താവെ ഹല്ലേലൂയ മനസ്സ് നിറഞ്ഞ സ്നേഹത്തോടു കൂടി സ്തുതിക്കുകയാണ് കർത്താവെ. സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. സ്വർഗത്തിലെ സകല ആത്മീയാനുഗ്രഹങ്ങളാൽ നീ ഞങ്ങളെ നിറച്ച് ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം ഞങ്ങളെ നിറഞ്ഞു വരത്തക്കവണ്ണം ഹല്ലേലൂയ ഞങ്ങളെ ഓരോ ദിവസവും അഭിഷേകത്താൽ നയിക്കുന്നതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നത് കർത്താവേ. സ്തോത്രം കർത്താവേ. ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ നിന്നെല്ലാം നീ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് സ്തോത്രം ഹല്ലേലൂയ ദൈവരാജ്യത്തിലേക്ക് കടപ്പാൻ തക്കവണ്ണമുള്ള കർത്താവെ ദൈവിക സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവിക പ്രവർത്തികൾ ചെയ്യുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ ബലപ്പെടുത്തുന്നതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നത് കർത്താവേ. സ്തോത്രം ചെയ്യുന്നത് കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. ഹല്ലേലൂയ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തന്ന എല്ലാ ഹല്ലേലൂയ വൻ കാര്യങ്ങളെയും ഓർത്ത് നന്മകളെയും ഓർത്ത് അധികമായി തന്നിരിക്കുന്ന കൃപകളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നത് കർത്താവ്. സ്തോത്രം. അപ്പോൾ അങ്ങയുടെ സാന്നിധ്യം കർത്താവെ അധികമായി ഞങ്ങളിൽ ഇറങ്ങട്ടെ കർത്താവെ. അപ്പോൾ ഹല്ലേലൂയ ഇന്ന് പകൽ മുഴുവനും ഞങ്ങളെ സ്തോത്രം ഹല്ലേലൂയ പരിപാലിച്ചു കർത്താവെ. ഹല്ലേലൂയ അങ്ങയുടെ കരം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു കർത്താവെ. ഒന്നിനും യോഗ്യരല്ലാത്ത തലത്തിൽ നിന്നെല്ലാം ഞങ്ങളെ സകലത്തിനും യോഗ്യരാക്കി തീർത്തു നീ ഞങ്ങളെ. ഹല്ലേലൂയ ആ ബലമുള്ള കരത്തിന് കീഴിൽ താണിരിപ്പിനെന്ന് പറഞ്ഞുകൊണ്ട് തക്ക സമയത്ത് നിന്നെ ഉയർത്തേണ്ടതിന് കർത്താവെ സ്വർഗം ചെയ്ത വലിയ കാര്യങ്ങളെ ഓർത്ത് നന്ദി പറയുവാണ് കർത്താവ്. സ്തോത്രം. അപ്പാ ഹല്ലേലൂയ ഒരപ്പൻ തൻ്റെ ഹല്ലേലൂയ ഹല്ലേലൂയ കുഞ്ഞുങ്ങളുടെ അടുക്കിലേക്ക് വന്നു ആ കുഞ്ഞപ്പനോട് ചോദിക്കുന്ന ആ വലിയ ഹല്ലേലൂയ ആ സാഹചര്യത്തിലേക്ക് ഞങ്ങളെ ഉയർത്തിയല്ലോ. അപ്പാ സ്തോത്രം. ഞങ്ങൾ എന്ത് ചോദിച്ചാലും ഞങ്ങൾക്ക് തരാമെന്നുള്ള വാറ്റത്ത് ഹല്ലേലൂയ അപ്പൻ ഹല്ലേലൂയ അപ്പനോട് നിങ്ങൾ അപ്പം ചോദിച്ചാൽ പാമ്പിനെ തരും ഒരിക്കലുമില്ല. കർത്താവ് ഞങ്ങൾക്ക് ചോദിച്ചതിനപ്പുറമായിട്ട് ഞങ്ങൾക്ക് തന്നിട്ടേ ഉള്ളൂ കർത്താവ്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആ മാറ്റമില്ലാത്ത സ്നേഹത്തെ വർണ്ണിക്കുവാൻ കർത്താവേ ഹല്ലേലൂയ ഞങ്ങളെ കരുതിയ സ്നേഹത്തെ ഓർത്ത് വർണ്ണിക്കുവാൻ കർത്താവ് ആപത്തുകളിൽ നിന്ന് അനർത്ഥങ്ങളിൽ നിന്ന് ബാധയിൽ നിന്നും പാരമ്പര്യ ശാപങ്ങളിൽ നിന്നും കെട്ടുകളിൽ നിന്നും ഹല്ലേലൂയ സകലത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവ്. സ്തോത്രം. അപ്പോൾ ഞങ്ങൾക്ക് നന്ദി പറയുവാനല്ലാതെ മറ്റൊന്നിനും കഴിയത്തില്ല കർത്താവേ. ഇന്ന് ഈ രാത്രിയിൽ യാത്രകളിലായിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ ഈ സമയം ഓർക്കുകയാണ് കർത്താവ്. സ്തോത്രം. അപ്പോൾ അവരെല്ലാം ദൈവത്തിൻ്റെ പൊന്നുകരങ്ങളിൽ സൂക്ഷിക്കണമേ കർത്താവേ. അവരെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ മറക്കണമേ കർത്താവേ. സ്തോത്രം. ദൈവമേ ഹല്ലേലൂയ ഹൃദയമാത്മാവിൽ തുള്ളിച്ചാടിക്കൊണ്ട് കർത്താവേ ഹല്ലേലൂയ ആത്മനിറവോടുകൂടി കടന്നു വരുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കണമേ കർത്താവേ. സ്തോത്രം കർത്താവേ. ഇന്ന് കർത്താവ് ഈ രാത്രിയിൽ കർത്താവേ സന്തോഷത്തോടെ ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവമേ അങ്ങ് ഞങ്ങളിലേക്ക് ചെയ്യാൻ പോകുന്ന വരും നാളുകളിൽ വരും ദിവസങ്ങളിൽ മണിക്കൂറുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ ആത്മാവിൽ അത് വെളിപ്പെട്ട് വരുവാനും അത് ദർശിപ്പാനൊക്കെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ ആ അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായത്തിൽ പൗലോസ് കർത്താവേ ഹല്ലേലൂയ ഹെരോദാവിൻ്റെ മുമ്പിലേക്ക് നിൽക്കുമ്പോൾ അവിടെ പറയുന്നു ഹല്ലേലൂയ ഞാൻ രാവും പകലും ആരാധിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ദൈവത്തെക്കുറിച്ച് ഞാൻ വിളമ്പിയത് കൊണ്ട് എന്ന് കർത്താവേ നിന്റെ സന്നിധിയിൽ ഞാൻ നിൽക്കും. ഹല്ലേലൂയ അതേ കർത്താവേ രാവും പകലും മറന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ജീവനുള്ള ദൈവത്തെ ഞങ്ങൾക്ക് തന്നതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവ്. സ്തോത്രം. ഒരുപക്ഷെ കർത്താവേ കൊടിയ കാറ്റുകൾ അടിച്ചേക്കാം കർത്താവേ. ഹല്ലേലൂയ മുൻപോട്ട് പോകുവാൻ നിർവാഹമില്ലാതെ കർത്താവേ കയ്യിലുള്ളതെല്ലാം എറിഞ്ഞു കളയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ഹല്ലേലൂയ എന്നാലും ഞങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അവൻ ഹല്ലേലൂയ ഞങ്ങളെ എത്തിക്കേണ്ട ആ തുറമുഖത്ത് തന്നെ ഞങ്ങളെ എത്തിക്കും കർത്താവേ. അതോർത്ത് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ നന്ദി പറയുവാണ് കർത്താവേ. സ്തോത്രം കർത്താവേ. കാറ്റുകളുണ്ടാവാം ഹല്ലേലൂയ അമിതമായ ഓളങ്ങളും തിരമാലകളും ഒക്കെ അടിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കാം കർത്താവേ. അതിലൊന്നിലും ഞങ്ങൾ പതറിപ്പോവാതെ ദൈവം ഞങ്ങളെ ഒരുക്കിയിരിക്കുന്ന ആ വലിയ നിശ്ചയതയിലേക്ക് ഞങ്ങൾ എത്തിക്കുമെന്നുള്ള ആ വലിയ സ്നേഹമാണ് കർത്താവേ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ പാടി മഹത്വപ്പെടുത്തുന്നത് കർത്താവേ. ഹല്ലേലൂയ നമുക്ക് ചേർന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ചേർന്ന് നമുക്ക് പാടാം നിൻ സ്നേഹം മാധുര്യം.
നിൻ സ്നേഹം മാധുര്യം അതുവർണ്ണനീയം. പാപമരണമേറ്റെന്നിൽ പുതുജീവൻ നൽകിയോ നിൻ സ്നേഹം മാധുര്യം അതുവർണ്ണനീയം. പാപമരണമേറ്റെന്നിൽ പുതുജീവൻ നൽകിയോൻ വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ. 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 വാഴ്ത്തുന്നേ വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ വാഴ്ത്തുന്നേ. വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ. എൻ ജീവൻ ശൂന്യമായി മരുഭൂസമാനമായി തങ്കരക്തത്താലെന്നെ ഫലപ്രദമാക്കിയോ. എൻ ജീവൻ ശൂന്യമായി മരുഭൂസമാനമായി തങ്കരക്തത്താലെന്നെ ഫലപ്രദമാക്കിയോ. വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ. 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 വാഴ്ത്തുന്നേ ശപാ വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ വാഴ്ത്തുന്നേ. വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ എന്നിൽ ആനന്ദമേകി നവചൈതന്യം നൽകി ആത്മജീവദായകൻ നിത്യജീവൻ നൽകിയോൻ. എന്നിൽ ആനന്ദമേകി നവചൈതന്യം നൽകി ആത്മജീവനായകൻ നിത്യജീവൻ നൽകിയോൻ. വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ. 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 ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ വാഴ്ത്തുന്നേ. വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ ആത്മശക്തി പകർന്നും അഭിഷേകം നൽകിയും സുവിശേഷം ഘോഷിപ്പാൻ എന്നെ യോഗ്യനാക്കിയോൻ. ആത്മശക്തി പകർന്നും അഭിഷേകം നൽകിയും സുവിശേഷം ഘോഷിപ്പാൻ എന്നെ യോഗ്യനാക്കിയോൻ. വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ. ചേർന്ന് പാടിയാട്ടെ. വൻ കൃപയ്ക്കായി
ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ. വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ. വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ. വാഴ്ത്തുന്നേ വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ. വാഴ്ത്തുന്നേ വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ. നിൻ സ്നേഹം മാധുര്യം അതുവർണ്ണനീയം. പാപമരണമേറ്റെന്നിൽ പുതുജീവൻ നൽകിയോൻ. നിൻ സ്നേഹം മാധുര്യം അതുവർണ്ണനീയം. പാപമരണമേറ്റെന്നിൽ പുതുജീവൻ നൽകിയോൻ. വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ. വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ. വൻ കൃപയ്ക്കായി വാഴ്ത്തുന്നേ. വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ. വാഴ്ത്തുന്നേ വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ. 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 Praise the Lord. ഇന്ന് രാത്രിയിലും നമ്മൾ ഉയർത്തുന്നത് ഇന്നും ജീവിക്കുന്നവനായ ദൈവത്തെയാണ് നമ്മൾ ഉയർത്തുന്നത്. Praise the Lord. Hallelujah. Hallelujah. അവൻ്റെ ജീവനാണ് നമ്മളിൽ ഉള്ളിലിരിക്കുന്നത്. അവൻ്റെ ജീവൻ സമൃദ്ധിയായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെളിപ്പെട്ട് വരുന്നത്. അല്ലെങ്കിൽ അവൻ്റെ വെളിച്ചമാണ് നമ്മളിൽ നിന്ന് ഉയർന്നു വരുന്നത്. അല്ലെങ്കിൽ അവൻ്റെ സൗരഭിവാസനയാണ് നമ്മളിലൂടെ വെളിപ്പെടേണ്ടത്. ഹല്ലേലൂയ. അവൻ നമ്മിൽ ജീവിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏതെല്ലാം പ്രതിസന്ധികളും പ്രതികൂലങ്ങളെയും ജയോത്സവമായി ക്രൂശിൽ മരിച്ച് ജയോത്സവമായി നടത്തിയതുപോലെ നമ്മുടെ ജീവിതത്തിലും അതിനെ ജയോത്സവമായി നടത്തുവാൻ കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഈ രാത്രിയിലെ ഹല്ലേലൂയ കർത്താവിനെ നമുക്ക് ചേർന്ന് പാടി ഹല്ലേലൂയ. Praise the Lord. Hallelujah. 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 ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന എല്ലാത്തെയും ഹല്ലേലൂയ നമുക്ക് ചേർന്ന് പാടി നമുക്കത് ഉയർത്താം. ഹല്ലേലൂയ. ദൈവം തന്നു എല്ലാം. ദൈവത്തെ ആരാധിക്കാൻ, ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിപ്പാൻ. കരങ്ങളെ തട്ടി അപ്പാ അമ്മേ. ദൈവം തന്നു എല്ലാം, ദൈവത്തെ ആരാധിക്കാൻ. ദൈവം ഉയർത്തി നമ്മെ, ദൈവത്തെ ആരാധിക്കാൻ. ദൈവം തന്നു എല്ലാം, ദൈവത്തെ ആരാധിക്കാൻ. ദൈവം ഉയർത്തി നമ്മെ, ദൈവത്തെ ആരാധിക്കാൻ. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ
വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ആർപ്പിൻ ഘോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ആർപ്പിൻ ഘോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. അഭിഷേകത്തിൻ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. രക്ഷയുടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. അഭിഷേകത്തിൻ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. രക്ഷയുടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ദൈവം തന്നു എല്ലാം ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം. ദൈവം തന്നു എല്ലാം ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ആർപ്പിൻ ഘോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. പൂർണ്ണ
ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ആർപ്പിൻ ഘോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാതരകതരകതയാളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. അഭിഷേകത്തിൻ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. രക്ഷയുടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. അഭിഷേകത്തിൻ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. രക്ഷയുടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ 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 ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ പ്രൈസ് ഗോഡ് വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. നാം പഠിച്ചുകൊണ്ടിരുന്ന വിഷയം നിത്യത മുതൽ നിത്യത വരെ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ മനോഹരമായ ചിന്തകളാണ് നാം കണ്ടു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പഠിച്ചത് ഇങ്ങനെയായിരുന്നു. ദൈവം മനുഷ്യന് വേണ്ടി അല്ലെങ്കിൽ മനുഷ്യനെ ദൈവോത്രന്മാരാക്കി മാറ്റാൻ വേണ്ടി ആഗ്രഹിച്ച സ്വപ്നത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു വരികയായിരുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇവിടെയാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ദൈവത്തിൻ്റെ നിത്യത മുതൽ നിത്യത വരെ മറഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒരു എത്തിനോട്ടം പോലെ, ഒരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ എത്തി നോക്കുന്നത് പോലെ ദൈവത്തിൻ്റെ മനസ്സറിയാൻ വേണ്ടി. ഹല്ലേലൂയ. അവിടെ ദൈവം ഏകനായ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഒരു സ്വപ്നമുണ്ടായി. ആ സ്വപ്ന നിവൃത്തിക്ക് വേണ്ടി ദൈവം ഒരുക്കിയതാണിത് മുഴുവനും. എന്താ ദൈവത്തിൻ്റെ സ്വപ്നം?
ഒരുപറ്റം പുത്രീപുത്രൻ അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും. അത് മറന്നു പോകരുത്. പണ്ട് പഠിച്ചതൊക്കെ ഓർക്കണം. അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യം. സ്വരൂപം എന്നാൽ നീതിയും വിശുദ്ധിയുമാണ്. സാദൃശ്യം എന്നത് ആത്മദേഹി ദേഹം. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവായിരിക്കുന്ന പോലെ പിതാവിൽ നിന്ന് കേട്ട് പുത്രൻ ചെയ്യുന്നു, പുത്രനിൽ നിന്ന് കേട്ട് പരിശുദ്ധാത്മാവ് ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ആത്മാവിൽ നിന്ന് കേട്ട് നമ്മുടെ ദേഹിയും, ദേഹിയിൽ നിന്ന് കേട്ട് നമ്മുടെ ശരീരവും പ്രവർത്തിക്കുന്ന ഒരു ഓർഡറുള്ള ജീവിതം നമുക്ക് ആവശ്യമാണ്. മറന്നു പോകരുത്. ഇതാണ് യഥാർത്ഥ ക്രിസ്തു ജീവിതത്തിന്റെ ഓർഡർ. മനസ്സിലാവുന്നുണ്ടോ? പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവായിരിക്കുന്നത് പോലെ ആ സാദൃശ്യത്തിൽ തന്നെയാ ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചത്. നമുക്കുമുണ്ട് ആത്മാദേഹി ദേഹം. ഇപ്പോൾ കളങ്കപ്പെട്ട പോയ ശേഷം നമുക്ക് എപ്പോഴും ദേഹം ദേഹി ആത്മാവെന്ന പലപ്പോഴും നമ്മൾ പറയുന്നത്. അങ്ങനെയല്ല. എപ്പോഴും ഉന്നതമായത് മനുഷ്യന്റെ ഏറ്റവും ഉന്നതമായ ഭാഗം ആത്മാവാണ്. ആത്മാവിൽ നിന്ന് കേട്ട് ദേഹി ചെയ്യുന്നു, ദേഹിയിൽ നിന്ന് കേട്ട് ശരീരം ചെയ്യുന്നു. ഓക്കെ, മറന്നു പോകരുത്. അപ്പോൾ ദൈവം ആഗ്രഹിച്ച ഒരു മറ്റു പുത്രപുത്രന്മാർ വേണം. അതിനുവേണ്ടിയാണ് ദൈവം, ഏകനായ ദൈവം, ഈ കാണുന്ന കോടിക്കണക്കിന് ദൂതന്മാരെയൊക്കെ ഉണ്ടാക്കിയതും, അതിനുവേണ്ടി നക്ഷത്ര സമൂഹങ്ങളെ ഉണ്ടാക്കിയതും, ഭൂമിക്ക് വൃത്തം വരച്ചതും. തുടർന്ന് വീണുപോയ ദൂതന്മാരെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചായിരുന്നു. തുടർന്ന് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം പുതിയ ഭൂമിയിൽ. അതിനുശേഷം മനുഷ്യൻ ദൈവത്തെ വിട്ടുപോയി എന്ന് കണ്ടു. ഭൂമി മുഴുവനും വിഗ്രഹാരാധന കൊണ്ട് നിറഞ്ഞു. അതിനുശേഷം ദൈവത്തിന്റെ പ്രൊജക്റ്റിന് അവസാനമില്ല. ദൈവം വീണ്ടും തന്റെ പ്രൊജക്ട് റീസ്റ്റാർട്ട് ചെയ്തു. അബ്രഹാമിലൂടെ ദൈവം വീണ്ടും ഒരു വലിയ കൂട്ടം ജനതയെ വാർത്തുണ്ടാക്കി. അവരുടെ പേരെ യഹൂദന്മാർ. അവരും ദൈവത്തെ വിട്ടുപോയ ശേഷം പാപം ചെയ്ത് മനുഷ്യനെ ദൈവത്തെ വിട്ടുപോയെങ്കിലും പാപപരിഹാരം ചെയ്ത് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടി ദൈവപുത്രൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവൻ മനുഷ്യർക്ക് പാപപരിഹാരം ചെയ്തു. തുടർന്ന് ദൈവസഭ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടു. അതിനുശേഷം ഇപ്പോൾ 2000 വർഷം ആകാൻ പോകുന്നു. ഇനി ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം എന്ന് പറയുന്നത് അവന്റെ വരവും, അല്ലെങ്കിൽ അവരുടെ പ്രത്യക്ഷതയും, നമ്മുടെ സമാഗമനവും എന്ന് പറയുന്ന നമ്മുടെ റാപ്ചറാണ്. അത് സംഭവിക്കാൻ പോകുന്നു. അതിനുശേഷം സഭ അല്ലെങ്കിൽ വിശുദ്ധന്മാർ എടുക്കപ്പെട്ട ശേഷം ആകാശമണ്ഡലങ്ങളിൽ വലിയ യുദ്ധമുണ്ടാകും. മിഖായേലും കൂട്ടരും വലിയ യുദ്ധമുണ്ടാകും. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ട് പഠിച്ച് അവസാനിച്ചു. അതിനുശേഷം ആ യുദ്ധമുണ്ടായി ആകാശമണ്ഡലങ്ങളിൽ വാണുകൊണ്ടിരുന്ന പിശാചിനെയും കൂട്ടരെയും പൂർണ്ണമായും ഭൂമിയിലേക്ക് ചവിട്ടി താഴ്ത്തിവിടും. ഓക്കെ, അവർ ഭൂമിയിൽ അവർക്ക് 7 വർഷം ഭൂമിയെ ഭരിക്കുവാൻ ദൈവം അധികാരം കൊടുക്കുകയാണ്. ദൈവമാണ്, മറന്നു പോകരുത്. ഇവിടെ പിശാച് ഇന്നും ഭരിക്കുന്നുണ്ട്. നമ്മൾ ഒന്നും വിചാരിച്ചേക്കരുതേ പിശാച് ഭരിക്കുന്നതേ ഉള്ളൂ. ദൈവം അനുവദിച്ചിട്ടാ. ഇന്ന് ഓരോ കാര്യങ്ങളും പിശാച് ചെയ്യുന്നത് ദൈവം അനുവദിച്ചിട്ടാ. പലപ്പോഴും ദൈവ കുഞ്ഞുങ്ങളെ ബന്ധിക്കുന്നത് പോലും പിശാചാണ്. ദൈവം അനുവദിച്ചിട്ടാണ്. നമ്മളെ തകർത്തു തരിപ്പണമാക്കി, നമ്മുടെ ജഡത്തെ കുടച്ച്, നമ്മുടെ നികളഭാവത്തൊക്കെ തകർത്ത് നമ്മളെ എന്താ പറയുക, ക്രിസ്തുവിനെ പോലെ താഴ്മയുള്ളവനാക്കാൻ വേണ്ടി ദൈവം ഇന്നും ഉപയോഗിക്കുന്നത് പിശാചിനെയാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ 7 വർഷം പൂർണ്ണമായും ഈ ഭൂമിയെ ഭരിക്കുവാൻ പിശാചു വരുന്നു എന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് അവസാനിപ്പിച്ചല്ലേ. അവന് 7 വർഷമാണ് ഭൂമിയിൽ അവന്റെ വാഴ്ചയുടെ സമയപരിധി. ഹല്ലേലൂയ. അർത്ഥയിഷ്ട രാജാവിന് 70 ആഴ്ചവട്ടത്തെക്കുറിച്ച് വെളിപ്പാട് കൊടുക്കുമ്പോൾ അതിൻ്റെ 7 ആഴ്ചവട്ടം കിടങ്ങും വീതികളും പണിയുവാൻ, യെരൂശലേം ദേവാലയത്തിലെ കിടങ്ങും വീതിയും പണിയുവാൻ സമയമെടുത്തു. ബാക്കി 62 ആഴ്ചവട്ടം കഴിയുമ്പോൾ അഭിഷിക്തനായ ക്രിസ്തു ഛേദിക്കപ്പെടുമെന്ന് പഠിച്ചു. അങ്ങനെ 69 ആഴ്ചവട്ടം കഴിയുമ്പോഴാണ് യേശുവിന്റെ മരണം സംഭവിച്ചത്. ബാക്കി ഒരാഴ്ചവട്ടം ബാക്കി കിടക്കുക അല്ലേ. അല്പമായി ചിന്തിച്ചാൽ അതിനെക്കുറിച്ച് ആഴമായി നമ്മളൊന്നും പഠിച്ചിട്ടില്ല. ഒരു ചെറിയ വാക്കും പറഞ്ഞു പോകുകയാണ്. ഒരാഴ്ചവട്ടം അല്ലെങ്കിൽ 7 വർഷം ബാക്കി കിടക്കുക. അതിന് ആ 7 വർഷം സംഭവിക്കാൻ പോകുന്നത് ഇപ്പോഴാ. എപ്പോഴാ? ഇവിടുന്ന് വിശുദ്ധന്മാർ എടുക്കപ്പെട്ടു പോയി ആകാശമണ്ഡലിൽ വാഴുന്ന പിശാചിനെ സൈന്യത്തെയും മിഖായേൽ വെട്ടി താഴേക്കിട്ട ശേഷം അവർ ഭൂമിയിൽ 7 വർഷം ഭരിക്കും. ആ 7 വർഷമാണ് ഒരാഴ്ചവട്ടത്തേക്ക് ഭൂമിയെ ഭരിക്കുവാൻ ദൈവം അനുമതി കൊടുക്കുന്നത്. ഹല്ലേലൂയ. അവിടെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഞാൻ വിടുകയാണ്. നമ്മൾ അതിനെക്കുറിച്ചാണ് പഠിച്ച് അവിടെ അവസാനിപ്പിച്ചത് ഈ ക്ലാസ്സാണ്. അതിനെ നമുക്ക് 2ആക്കി മുറിച്ച് പഠിക്കാം. 3.5 വർഷം എന്ന് പറഞ്ഞ് നമുക്ക് അതിനെ പഠിക്കുവാൻ കഴിയും. 7 വർഷ പീഡനകാലം വരാൻ പോകുകയാണ്. ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നും സംഭവിച്ചതല്ല, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. മറന്നു പോകരുത്. അതുകൊണ്ട് നമുക്ക് വചനത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ വചനങ്ങൾ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. വിശ്വസിക്കേണ്ടതും എടുക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. കഴിഞ്ഞു പോയത് കുഴപ്പമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ദൈവം സംഭവിച്ചതാ, വചനം പറഞ്ഞത് കറക്റ്റായിട്ട് സംഭവിച്ചു, ആമേൻ. പക്ഷേ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ വചനത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ആ വചനം മാത്രമേ ഉള്ളൂ. അതിൽ നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നതുപോലെ ഇരിക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ. ഓക്കെ, നമുക്ക് മുന്നോട്ട് കടന്നു പോകാം. ആ 7 വർഷ പീഡനകാലത്തിൽ ഭൂമിയെ മുഴുവനുമായി സാത്താന്
മുഴുവൻ അധികാരം കൊടുക്കുക ദൈവം ഭൂമിയിലേക്ക്. എന്നിട്ട് നമുക്ക് ആ 7 വർഷത്തെ 2 മുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. അതിൽ 3.5 വർഷക്കാലം, പിന്നെ 3.5 വർഷക്കാലം. നിങ്ങൾ ബൈബിൾ വായിക്കുന്നവരാണെങ്കിൽ, വായിച്ചിട്ടുണ്ടെങ്കിൽ, വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഒരു കാലം, ഇരുകാലം, അരക്കാലം എന്നൊരു വാക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും? ഒരു കാലം, ഇരുകാലം, അരക്കാലം എന്ന് പറഞ്ഞാൽ 1 വർഷം, ഇരുകാലം 2 വർഷം, അരക്കാലം അല്ലേ, അരവർഷം. പിന്നെ 3.5 വർഷമായിട്ട് 2ആയിട്ടാണ് വേദപുസ്തകത്തെ പഠിപ്പിക്കുന്നത്. ഈ 7 വർഷ പീഡനകാലത്തിൽ കാരണം പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഇത് പഠിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം കർത്താവിൻ്റെ വരവിങ്കിൽ വിശുദ്ധ മണവാട്ടിയായ നമ്മൾ കൈവിടപ്പെട്ടു പോയാൽ, നിങ്ങൾ അറിയണം, കർത്താവിൻ്റെ വരവിൽ പോകുന്നത് അതുപോലെയുള്ള വിശുദ്ധന്മാരാണ്. എൻ്റെ വാക്ക് നിങ്ങൾ സത്യമായി ഗ്രഹിക്കണം. നമ്മൾ ഈ ലോകത്തിൽ കേൾക്കുന്ന നല്ലൊരു ശതമാനം ഉപദേശങ്ങളിലും ഈ കർത്താവ് നമ്മെ ചേർപ്പാൻ വരും, അവൻ്റെ സഭയെ ചേർത്തുകൊണ്ട് പോകുമെന്ന നല്ലൊരു ശതമാനം വിശ്വാസികളും സംഘടനകളൊക്കെ പഠിപ്പിക്കുന്നത് അല്ല. കർത്താവ് വരുന്നത് തൻ്റെ വിശുദ്ധ മണവാട്ടിയെ ചേർപ്പാൻ വേണ്ടിയ, ജയാളികളെ ചേർപ്പാൻ വേണ്ടിയ, ഒരു അമ്മയുടെ അല്ലെങ്കിൽ ഒരു അമ്മയുടെ മാറിൽ കുഞ്ഞിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു പടയാളിയുടെ അരയിൽ അരക്കച്ച ചേർന്നിരിക്കുന്നത് പോലെ ക്രിസ്തുവിനോട് നിർമ്മലതയിലെ ഏകാഗ്രതയുമായി ജീവിക്കുന്നവർ, അല്ലെങ്കിൽ ഈ ആയുസ് മുഴുവനും അവന് വേണ്ടി സമർപ്പിക്കപ്പെട്ട് ജീവിക്കുന്നവർ, അല്ലെങ്കിൽ അവൻ്റെ വരവിന് വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ചു, നാട്ടുഭാഷ പറയില്ല നമ്മൾ, കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നവർ, അവനെ കാത്തിരിക്കുന്നവരെ ചേർപ്പാൻ വരുന്ന വേദവസം പഠിപ്പിക്കുന്നത്. വാക്കുകൾ എടുക്കാൻ പോയാൽ അത് വേറൊരു ക്ലാസ്സായി മാറിപ്പോകും. അവനെ കാത്തിരിക്കുന്നവരെ ചേർപ്പാൻ യേശു വീണ്ടും വരുന്നത്. ആ സത്യവാക്യം, നല്ല വാക്യം. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? അതുകൊണ്ടാ ഇതൊക്കെ അറിയണമെങ്കിൽ നോഹയുടെ കാലഘട്ടം പോലെയും ലോത്തിന്റെ കാലഘട്ടം പോലെയൊക്കെ വചനം പഠിപ്പിക്കുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ മിസ്രൈമിൽ നിന്ന് ഈ അടിമത്വത്തിലായിരുന്ന ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്ത് കയറിയപ്പോൾ എത്ര % കയറി എന്നൊക്കെ നമ്മൾ പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അവിടെയൊക്കെ ഈ കാലഘട്ടത്തിനോടുള്ള ബന്ധത്തിൽ ദൈവ കർത്താവ് പഠിപ്പിക്കുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഈ സമയം, ലാസ്റ്റ് മോമെന്റ്, എത്രമാത്രം ക്രിസ്തുവിനോട് പറ്റിച്ചേർന്ന് ജീവിക്കാൻ കഴിയുന്നുവോ അത്രത്തോളം ചേർന്ന് ജീവിക്കുക. അവന്റെ വിശുദ്ധ സഭയോട് ചേർന്ന്, അല്ലെങ്കിൽ കാലം സമീപിച്ചിരിക്കുന്നതുകൊണ്ട് സഭായോഗം ഉപേക്ഷയായി വിചാരിക്കാതെ എപ്പോഴൊക്കെ ബൈബിൾ ക്ലാസ്സുകളുണ്ടോ, എപ്പോഴൊക്കെ കൂട്ടായ്മയുണ്ടോ, എപ്പോഴൊക്കെ പ്രാർത്ഥന കൂട്ടായ്മയുണ്ടോ, അവിടെയൊക്കെ കൂടി നമ്മൾ ആത്മാവിൽ ബലപ്പെടേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഒന്നും കൂടി ആവർത്തിക്കാം. കാഹളം ധ്വനിക്കുമ്പോൾ ഈ ചെവിയിലല്ല കാഹള ധ്വനി കേൾക്കാൻ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കാഹളം, കർത്താവ് തന്റെ വിശുദ്ധ മണവാട്ടിയെ ചേർപ്പാൻ വരുമ്പോൾ ഈ ചെവിയിലല്ല കാഹളം കേൾക്കാൻ പോകുന്നത്. കാഹളം കേൾക്കാൻ പോകുന്നത് അകത്തെ മനുഷ്യന്റെ ചെവിയാണ്. അകത്തെ മനുഷ്യൻ ഇന്ന് തന്നെ ഉരുവായി കേൾക്കാൻ പഠിക്കണം. നമ്മൾ ആത്മാവിന്റെ സ്വരങ്ങളും സ്വർഗീയ കൗൺസിലിൽ നടക്കുന്ന രഹസ്യങ്ങളും പിതാവിന് മറന്ന് ഹൃദയത്തിൽ കിടക്കുന്ന രഹസ്യങ്ങളൊക്കെ സംസാരിക്കുന്നത് നമ്മുടെ അകത്തെ മനുഷ്യന്റെ ചെവിച്ച് കേൾക്കാൻ പഠിക്കണം. മത്തായി 6-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം മുതൽ താഴേക്ക് പഠിക്കുമ്പോൾ അന്നൊന്നും ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്ന് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. ദിവസവും അന്നുള്ള സ്വർഗീയ മന്ന, ആത്മീയ മന്ന ദിവസവും കേട്ടു പഠിക്കുവാൻ നമ്മൾ പരിശീലിക്കണം. എനിക്ക് പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഒരു ചെറിയ ശേഷിപ്പേ കർത്താവിന്റെ വരവ് പോകത്തുള്ളൂ. ബാക്കി വെളിപ്പാട് പുസ്തകം എടുക്കണ്ട. 7-ാം അധ്യായം പഠിക്കുമ്പോൾ ദൂതനോട് അപ്പോസ്തലനായ യോഹന്നാൻ ചോദിക്കുന്നുണ്ട്, ഈ മഹാപുരുഷാരം എവിടെ നിന്ന് വന്നെന്ന്. അപ്പോൾ കർത്താവിന്റെ സഭ കഴിഞ്ഞുപോയി, പീഡന കാലഘട്ടം നടക്കുക. ആ സമയത്തൊരു വലിയ പുരുഷാരം കുരുത്തോലയെ നിൽക്കുന്ന ഒരു അവസ്ഥയ്ക്ക് യോഹന്നാൻ കാണുന്നുണ്ട്. നമ്മൾ അല്പം അതിനെക്കുറിച്ച് ചിന്തിക്കുമായിരിക്കും, അറിയില്ല എനിക്ക്, ആഴമായ ബൈബിൾ സ്റ്റഡി വേറെയത്. അപ്പോൾ ആ മഹാപുരുഷാരം എവിടെ നിന്ന് വന്നു ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, കുഞ്ഞാടിന്റെ രക്തത്താൽ അങ്കി അലക്കി വെളുപ്പിച്ചവർ. നമ്മളല്ലത്. മനസ്സിലാവുന്നുണ്ടോ? കൈവിടപ്പെട്ടു പോയിട്ടും വീണ്ടും പഠിക്കാൻ പോകുക, നമ്മളതിനെ കുറിച്ച് ചിന്തിക്കാൻ പോകുക. കൈവിടപ്പെട്ടു പോയിട്ടും ഈ പിശാച് ഈ 7 വർഷം ഭരിക്കുമ്പോൾ അവന്റെ പേരിന്റെ സംഖ്യയായ അതൊക്കെ ഏൽക്കാതെ വിശ്വാസത്താൽ സഹിഷ്ണുതയിൽ, വാക്കുകൾ ശ്രദ്ധിക്കണം, നമുക്ക് രക്ഷ വിശ്വാസത്താൽ നിന്ന്, അവർക്ക് രക്ഷ സഹിഷ്ണുതയാണ്. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ചില വാക്കുകൾക്ക് ചെറിയ വാക്യങ്ങളാണ്, നമുക്ക് ചെറിയ വ്യത്യാസങ്ങളാണ്, വള്ളിയും പുള്ളിയൊക്കെ വ്യത്യാസം, പക്ഷേ അങ്ങ് ആഴമായ വ്യത്യാസങ്ങളല്ല. കർത്താവ് ആകാശത്ത് വരും, മേഘം താഴേക്ക് വന്ന് അവന്റെ വിശുദ്ധ മണവാട്ടിയെ ചേർത്തുകൊണ്ട് പോകും. അടുത്ത വീണ്ടും നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ കാണുന്നത്, കർത്താവ് വീണ്ടും ആകാശത്ത് വരും, ദൂതന്മാർ താഴേക്ക് ഇറങ്ങി വരും, അവരുടെ വിശുദ്ധന്മാരെ ചേർത്തുകൊണ്ട് പോകും. വ്യത്യാസങ്ങളുണ്ടോ? ചെറിയ വ്യത്യാസങ്ങളാ. ഇതെല്ലാം ഒന്നൊന്നുമല്ല. മനസ്സിലാവുന്നുണ്ടോ? മണവാളിനെ കുറിച്ച് പറയുമ്പോൾ മണവാളൻ, കള്ളനെ പോലെ വരുന്ന മണവാളൻ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അർദ്ധരാത്രി വരുന്ന മണവാളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? വ്യത്യാസങ്ങളെല്ലാം നമ്മുടെയൊക്കെ വിചാരം എല്ലാം ഒന്നാണെന്ന്. അങ്ങനെയല്ല വേദോസം പഠിപ്പിക്കുന്നത്.
ഹല്ലേലൂയ. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു പോകുക. ഇതൊന്നും ആഴമായ ക്ലാസ് അല്ല എങ്കിൽ പോലും ഇതൊക്കെ എന്താണെന്ന് അല്പമായി നിങ്ങൾക്ക് ഒരു ചിന്ത കിട്ടും. ഇല്ലെങ്കിൽ ഈവൻ നമ്മൾ അബദ്ധവശാൽ കൈവിടപ്പെട്ടു പോയാൽ ഒരു ചാൻസും കൂടി നമുക്കുണ്ടെന്ന് പറയാൻ വേണ്ടിയാണ്. മണവാട്ടിയല്ല, പുത്രത്വമല്ല, മറ്റ് അതെന്തൊക്കെയാണെന്ന് നിത്യതയിലെ വാസസ്ഥലങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ കഴിയും. അതൊക്കെ ഇപ്പോൾ എടുത്തു പോയാൽ നമ്മുടെ സമയമൊക്കെ മാറിപ്പോകും. അതുകൊണ്ട് 7 വർഷ പീഡനകാലം എതിർക്രിസ്തു ഭരിക്കുന്ന കാലഘട്ടമാണ് കാലഘട്ടം. അത് നമ്മൾ രണ്ടായിട്ട് മുറിച്ച് പഠിക്കണം. എങ്കിലേ അതിൻ്റെ ഓരോ ബൈബിൾ പറഞ്ഞിരിക്കുന്ന മത്തായി പറഞ്ഞിരിക്കുന്ന 24-ാം അധ്യായം 25-ാം അധ്യായം ഇത് ആർക്കെഴുതാണ്, എന്തിനു വേണ്ടിയാണ് അതെഴുതുമ്പോൾ മത്തായിയുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് എന്താ കൊടുത്തെന്നൊക്കെ അറിയണമെങ്കിൽ ഒരല്പമായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതിയാകത്തുള്ളൂ. എനിക്ക് മനസ്സിലായോ? ഗ്രഹിക്കാൻ അല്പം ബുദ്ധിമുട്ടാ എനിക്കറിയാം, എന്നാലും കുഴപ്പമില്ല. ഒരു ചിന്ത, ജസ്റ്റ് ഒരു ചിന്ത മാത്രം കയറിയാൽ മതി. ബാക്കി കർത്താവ് നമുക്ക് തന്നോളും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇന്ന് മുതൽ ചിന്തിക്കാൻ പോകുന്ന കാര്യങ്ങൾ വരാൻ പോകുന്ന കാര്യങ്ങളാണ്. ഒരുപക്ഷെ വ്യാഖ്യാനങ്ങൾ, ഇഷ്ടം പോലെ വ്യാഖ്യാനങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും. പക്ഷേ നിങ്ങൾ പഠിക്കുന്ന വചനങ്ങൾ ശ്രദ്ധിക്കുക, വീട്ടിൽ പോയി ധ്യാനിക്കുക, പരിശുദ്ധാത്മാവ് തരുന്ന പോലെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. ഓക്കെ, 7 വർഷ പീഡനകാലത്തിൽ ഈ ഭൂമിയെ ഭരിക്കുവാൻ വേണ്ടി പിശാചിന്റെ കലകളിലേക്ക് ദൈവം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങളറിയണം, പഴയ നിയമം പഠിച്ചാൽ സ്വർഗത്തിൽ നിന്ന് തീയിറക്കുന്നവനാ യഥാർത്ഥമായ ദൈവമെന്ന് ഈ ഏലിയ പ്രവാചകനിലൂടെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ വെള്ളമൊഴിച്ച് തീക്കുണ്ടത്തിന് ചുറ്റും വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. അവരുടെ ബാലിന്റെ പ്രവാചകന്മാരൊക്കെ നടത്തി നോക്കി, രക്ഷയില്ല അല്ലേ? എന്നിട്ട് ഏലിയ പറയണ അങ്ങനെ ചുറ്റിനും വലിയ വെള്ളമൊക്കെ ഒഴിച്ച് വെക്കാൻ പറയുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് സ്വർഗത്തിൽ തീയിറക്കി അതിനെ കത്തിച്ച് കളയുന്ന അനുഭവങ്ങൾ കാണാൻ കഴിയും. അവർ സ്വർഗത്തിൽ തീയിറക്കുന്ന ഒരുവനാണ് യഥാർത്ഥമായ ദൈവമെന്ന പഴയ നിയമത്തിൽ പഠിപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒക്കെ ആകെ തിരിഞ്ഞു മറിയുകയാണ് എല്ലാ കാര്യങ്ങളും. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചകളൊക്കെ നമ്മൾ പഠിച്ചതാണ്. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച വരെയൊക്കെ ഈ ലോകത്തിലെ സമൃദ്ധിയുടെ സുവിശേഷം, ദൈവജനത്തിന്റെ മേലുള്ള ദൈവത്തിന്റെ ന്യായവിധി. കാരണം അവിടെ പഴയ നിയമത്തിൽ തീയിറക്കുന്നവൻ ദൈവമെന്ന് പറഞ്ഞു വരുമ്പോൾ പുതിയ നിയമത്തിൽ ഈ കാലഘട്ടത്തിൽ 7 വർഷ പീഡനകാലത്തിൽ സ്വർഗത്തിൽ നിന്ന് തീയിറക്കാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ആകാശത്തിൽ നിന്ന് തീയിറക്കാൻ തക്കവണ്ണമുള്ള കഴിവാണ് പിശാചിന് ലഭിക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും, നമ്മളില്ല, ജനങ്ങൾ വിചാരിക്കും ഇത് തന്നെയായിരിക്കും ദൈവമെന്ന്. അതുമാത്രമല്ല, ആത്മാവിന് ജീവൻ കൊടുക്കാൻ പോലും കഴിയുന്ന ദൈവം. പഴയ നിയമത്തിൽ അങ്ങനെയല്ല, ജീവൻ കൊടുക്കാൻ അവകാശമുള്ളവൻ ദൈവം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ 7 വർഷം പീഡനകാലത്തിലേക്ക് വരുമ്പോൾ അവിടെ ജീവൻ കൊടുക്കാൻ 2 വ്യത്യസ്തമായ കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ഞാൻ പറഞ്ഞു പോകുക, ജീവൻ കൊടുക്കാൻ പോലും അധികാരം കിട്ടുകയാണ്. കാരണം ജനങ്ങളൊക്കെ എന്നിട്ട് കാണാൻ കഴിയും, ഇത്രയ്ക്കധികം കഷ്ടവും ദുഃഖവും ഒക്കെ സംഭവിച്ചിട്ട് പോലും അവർ അവരെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ലെന്നൊക്കെ ബൈബിൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന വെളിപ്പാട്. അത്രമാത്രം കുരുടത്തമുള്ള മനുഷ്യരാണ് ഈ ലോകത്തിലെ മനുഷ്യരൊക്കെ. ഓക്കെ, ഞാൻ വിടുകയാണ്. എനിക്ക് മനസ്സിലായ ഒരു ചിന്ത തന്നിട്ട് മുന്നോട്ട് കടന്നു പോകുകയാണ്. അപ്പോൾ ഒരു സൈഡിൽ കൂടെ റാപ്ചർ സംഭവിക്കുമ്പോൾ, വിശുദ്ധന്മാരുടെ എടുക്കപ്പെടൽ സംഭവിക്കുമ്പോൾ, മറു സൈഡിൽ 7 വർഷ പീഡനകാലത്ത് ഭരിക്കുവാൻ വേണ്ടി സാത്താൻ അധികാരം കൊടുക്കുന്നു. അത് നമുക്ക് രണ്ടാക്കി മുറിച്ച് അല്പമായി ചിന്തിക്കാൻ പോകുകയാണ്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന്റെ 11 മുതൽ 15 വരെ പഠിക്കുമ്പോൾ, നിങ്ങൾ ഒരുപക്ഷെ ഈ വലിയ യാത്ര ചെയ്തവരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ വലിയ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്തവരാണെങ്കിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഹോട്ടലുകളിൽ 13 നമ്പർ ഇപ്പോൾ ഉണ്ട്. ഇപ്പോഴത്തെ ഹോട്ടലുകളുണ്ട്. ഇപ്പോൾ ഹോട്ടലിൽ കാണുമായിരിക്കും. ഇല്ല, ഇപ്പോഴും ഇല്ലല്ലേ? ഇപ്പോഴും ഇല്ല. എനിക്ക് കാലം മാറിയല്ലോ, പിശാച് ഇപ്പോൾ പല രൂപത്തിലാണല്ലോ വരുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോഴും ഒരു ഹോട്ടലുകളിലും അല്ലേ, 5 സ്റ്റാർ ആവട്ടെ, എത്ര സ്റ്റാർ ആയാലും ഒരു ഹോട്ടലുകളിൽ, ഹോട്ടൽ എന്ന് പറഞ്ഞാൽ റൂമുകളൊക്കെ കൊടുക്കുന്ന അല്ലേ, അങ്ങനത്തെ ഇല്ലേ ലോഡ്ജ് പോലത്തെ സ്ഥലങ്ങളിൽ, അങ്ങനത്തെ ലോഡ്ജുകളിലും 13-ാം നമ്പർ മുറിയില്ല ഇന്നും. ഇല്ലതാ ഇപ്പൊ പറയുന്നത്. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഞാൻ വിചാരിച്ചു, പക്ഷെ ഇപ്പോഴും ഇല്ല. കാരണം എന്തുകൊണ്ടെന്ന് അറിയാമോ? നീ എവിടെ വേണേ പോക്കോ, ലോകത്തിൽ എവിടെ വേണേ പോയിക്കോ, എൻ്റെ അറിവില്ലട്ടോ, അവിടെ ഒരിടത്ത് പോലും മിക്കയിടത്തും 13-ാം നമ്പർ ഹോട്ടൽ മുറികൾ ഉണ്ടാകത്തില്ല. കാരണം അത് മറ്റൊന്നും കൊണ്ടല്ല, അറിഞ്ഞോ അറിയാതെയാണെങ്കിൽ പോലും ഈ ബൈബിളിൽ ആഗോളമായി ബൈബിൾ 66 പുസ്തകങ്ങൾ തിരിച്ചും മറിച്ചും പഠിച്ചാലുണ്ടല്ലോ, ഒരിടത്ത് മാത്രം എഴുതപ്പെട്ട ഒരു വാക്കാണ്, ഒരിടത്ത് മാത്രമേ ഉള്ളൂ. കാരണം ബൈബിൾ പഠിപ്പിക്കുന്നത് രണ്ടോ മൂന്നോ പേർ അല്ലെങ്കിൽ 2-3 പേർ അവിടെ ഒരു ബലപ്പെട്ട് പറയുകയാണെങ്കിൽ അത് സത്യമാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നത് അല്ലേ. 2 പേർ ഒരേ കാര്യം 2 പേർ ഉറപ്പിച്ചാൽ അത് സത്യമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത്. പഴയ നിയമം പുതിയ എന്തോ ആകട്ടെ, അത് ബൈബിളിലെ നിയമമാണ്, തത്വമാണ്. പക്ഷേ ഒരിടത്ത് മാത്രം, ഒരു പ്രാവശ്യം മാത്രം ബൈബിളിൽ എഴുതിയിട്ട് പറയാ, ബുദ്ധിയുള്ളവൻ അത് ഗ്രഹിച്ചറിയട്ടെ അല്ലേ.
ബുദ്ധിയുള്ളവൻ അത് ഗ്രഹിച്ചറിയട്ടെ. അപ്പോൾ അവിടെ മാത്രം രണ്ടുപേർ പറയാതെ ഒരു വാക്യം മാത്രം പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണ് ബൈബിളിലെ ഏകവാക്യമാണ് 13-ാം അധ്യായത്തിൽ. പഠിക്കാൻ നമുക്ക് ചിന്തിക്കാം. മനസ്സിലാവുന്നുണ്ടോ? 13-ാം അധ്യായം 666 കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. അന്തിക്രിസ്തുവിനെ കുറിച്ച്. അന്തിക്രിസ്തു എന്ന് വാക്കില്ല കേട്ടോ, എന്നാലും പഠിക്കാൻ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞു പോകുകയാണ്. അന്തിക്രിസ്തു എന്ന വാക്ക് ബൈബിളിലേ ഇല്ല. എതിർ ക്രിസ്തു, ആന്റി ക്രൈസ്റ്റ് എന്ന പേര്. പക്ഷെ പഠിക്കാൻ എളുപ്പത്തിൽ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. തെറ്റിദ്ധരിച്ചേക്കരുത്, ശീലിച്ചു പോയതുകൊണ്ട് പറഞ്ഞു പോവുകയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എതിർ ക്രിസ്തുവിൻ്റെ ഈ വാഴ്ചയെക്കുറിച്ച് പറഞ്ഞു വരുന്ന ഏക അധ്യായം 13-ാം അധ്യായം മാത്രമേ ഉള്ളൂ വെളിപ്പാട് പുസ്തകത്തിൽ 666 കുറിച്ച്. അതുകൊണ്ട് ലോകത്തിലെ ഒരു ലോഡ്ജിനുകളിലും എന്തില്ല 13-ാം അധ്യായം 13-ാം വാക്ക് എന്ന് പറയുന്ന വാക്ക് അല്ലെ 13 എന്ന് പറയുന്ന നമ്പർ ഒരു ലോഡ്ജിലും മുറികളിൽ. കാരണം എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ ആത്മഹത്യകളൊക്കെ ഉണ്ടായിരുന്ന ചരിത്രം പഠിപ്പിക്കുന്നത് എന്തുമാകട്ടെ നമുക്കറിയത്തില്ല. ഏതായാലും സത്യമാണ് കാര്യങ്ങൾ അല്ലേ. പേടി ഇവർക്ക് അറിയാൻ പറ്റും. എന്തൊരു പേടി ഹോട്ടലിലൂടെ ഈ ലോഡ്ജിന്റെ ഉടമകൾക്ക് എന്തോ ഒരു പേടി വിട്ടിട്ട് എല്ലാ ലോഡ്ജ് ഉടമകളും. കാരണം 13-ാം നമ്പർ അത്ര വല്ലാത്തൊരു അധ്യായമാണ്. മനസ്സിലാവുന്നുണ്ടോ? അന്തിക്രിസ്തുവിനെ കുറിച്ച് അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞൊരു വാക്യമാണ് ഈ പുസ്തകം. ഹല്ലേലൂയ. 11-ാം വാക്യം ഒന്ന് വായിച്ചോ. 11-ാം വാക്യം വായിച്ചേ. ഞാൻ ഇതിനെക്കുറിച്ചൊന്നും വ്യാഖ്യാനിക്കുവാനോ ഒന്നുമല്ല ഞാൻ നിൽക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുകയാ. എന്തൊക്കെയാണ് നിത്യത മുതൽ നിത്യത വരെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുകയാ. ഈ ഓരോ വാക്യങ്ങളെ കുറിച്ച് വർണ്ണിക്കാൻ വേണ്ടിയല്ല ഇത് ഞാൻ നിൽക്കുന്നത്. അവിടെ പറയുക, മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളത് പോലെ, കുഞ്ഞാടല്ല പോലെ, വെള്ള കുതിരപ്പുറത്ത് വരുന്ന വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം കർത്താവിന്റെ പ്രത്യക്ഷത വെള്ളോട്ടിന് സദൃശ്യമായി കാലുകളുള്ളവരെ എന്നൊക്കെ പറഞ്ഞ പാട്ട് പാടുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വരുന്ന ഏറ്റവും വലിയ അധ്യായമാണ് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം. ഞാൻ ഒട്ടനവധി സഭകളിൽ ഇന്ത്യയുടെ പല ഭാഗത്തും ഞാൻ 1-ാം അധ്യായത്തെക്കുറിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം അത്ര മനോഹരമായൊരു കർത്താവിനെ വർണ്ണിക്കുന്ന ഒരു ക്ലാസ് അത്. അതുമാത്രമല്ല 2-3 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ സഭയോട് ദൂതുകൾ പറയുന്നു. 4-5 അധ്യായം പഠിക്കുമ്പോൾ വിശുദ്ധന്മാർ സ്വർഗത്തിൽ. 6-ാം അധ്യായം മുതൽ ഈ ഭൂമിയിൽ നടക്കുന്ന ഈ വലിയ 7 വർഷത്തെ പീഡനകാലത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. 10-ാം അധ്യായം 11-ാം അധ്യായം വരെ. 12-ാം അധ്യായം വേറൊരു ആംഗിളിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വീണ്ടും ആവർത്തിക്കുക. എന്തുമാകട്ടെ ഞാൻ വിടുകയാണ്. എന്നിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുക, അതിന് കുഞ്ഞാടിനുള്ളത് പോലെ 2 കൊമ്പുണ്ടായിരുന്നു, അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. അത് 1-ാമത്തെ മൃഗത്തിന് മുമ്പാകെ അതിന് അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പൊറുത്തുപോയ 1-ാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. എന്തുമാകട്ടെ അത് ഞാൻ വിടുകയാ. അത് മനുഷ്യൻ കാണുകെ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തീയിറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തുറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമയുണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യും. എന്നിട്ട് പറയാ 15-ാം വാക്യം പറയാ, മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. 13-ാം അധ്യായത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്. കാരണം അന്തിക്രിസ്തുവിന്റെ എതിർ ക്രിസ്തുവിന്റെ ഒരു അധ്യായം മാത്രമാണ്. ആകെ ബൈബിളിൽ ഒരിടത്ത് തപ്പി നോക്കിയാലും എത്ര 1000 പ്രാവശ്യമെങ്കിലും പറിച്ചു നോക്കിയിട്ടും നമുക്കിത് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഒരിടത്ത് പോലും ഇല്ല. ഏക വാക്യം ഇത് മാത്രമാണ്. 12-ാം വാക്യമാക്കുന്നു, അത് 1-ാമത്തെ മൃഗത്തിന് മുമ്പാകെ അതിന് അധികാരം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ 1-ാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. അതൊക്കെ എന്തുമാകട്ടെ അത് വിടുകയാ. ഇത് എങ്ങനെ നമസ്കരിക്കുമാറാക്കുന്നു അതാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മൾ ചിന്തിക്കാൻ പോകുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഈ 7 വർഷത്തിൽ ഈ ഭൂമിയെ ഭരിക്കാൻ വരുന്ന എതിർ ക്രിസ്തു എങ്ങനെയാണ് അവനെ സകല മനുഷ്യരും അവനെ നമസ്കരിക്കുമാറാക്കുന്നത്? ഒന്നുകൂടെ ആവർത്തിക്കാം. ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും അല്ലേ, ഭൂമിയെയും 262 രാജ്യങ്ങളിൽ ഏതാണ്ട് അല്ലേ അതിൽ വസിക്കുന്ന എല്ലാ മനുഷ്യരെയും, അത് ഹിന്ദു ആകട്ടെ, മുസൽമാനാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, കൈവിടപ്പെട്ടു പോയ പെന്തക്കോസുകാരാവട്ടെ, ആരുമാകട്ടെ, എന്തൊക്കെയാണെങ്കിലും ആ ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ 1-ാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. അപ്പോൾ അന്തിക്രിസ്തു എതിർ ക്രിസ്തു എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ്, ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഈ ഭൂമിയെ ഭരിക്കുവാൻ 7 വർഷം ഭരിക്കുവാൻ ഒരു രാഷ്ട്രീയ നേതാവ് വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. 10 രാജ്യങ്ങളുടെ ഇടയിൽ നിന്ന് മുളച്ചു വന്ന കൊമ്പ് പോലെ തന്നെ അതിൽ നിന്ന് ഒരു മനുഷ്യൻ ഭൂമിയെ ഭരിക്കുവാൻ വരികയാ, എതിർ ക്രിസ്തുവിന്റെ സാത്താന്റെ ആത്മാവിനാൽ. മനസ്സിലാവുന്നുണ്ടോ? 2 മറു സൈഡിൽ
നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ന്യൂസുകളൊക്കെ കളക്ട് ചെയ്യുന്നവരും അത് പരിശോധിക്കുന്നവരും കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ ഭൂമിയിൽ മറ്റൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വരവിന് വേണ്ടി ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൊറോണ വന്നത് അതുകൊണ്ട് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. കൊറോണ വന്നത് ഇതിനു വേണ്ടിയാ. ഇവിടെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഉണ്ട്. രണ്ട് കാര്യങ്ങളാണ് കൊറോണയുടെ പിന്നിൽ. എന്തൊക്കെയാ? ഒന്ന്, വിശ്വാസികളുടെ വിശ്വാസം പരിശോധിച്ച് അവരുടെ വിശ്വാസം അവർക്കറിയാൻ വേണ്ടി, നമുക്കറിയാൻ വേണ്ടി. ദൈവത്തിനെല്ലാം അറിയും. മനസ്സിലാവുന്നുണ്ടോ? രണ്ട്, നമ്മുടെ ഭൂമിയിലുള്ള സകല 800-ലധികം വരുന്ന കോടി ജനത്തിൻ്റെ ഡാറ്റകൾ, വിവരണങ്ങൾ ഒരുവന്റെ ലാപ്ടോപ്പിന്റെ മുമ്പിൽ വരാൻ വേണ്ടിയാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, UN-യുടെ കീഴിലുള്ള, യൂറോപ്യൻ കീഴിലുള്ള WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലേ, ലോകാരോഗ്യ സംഘടനയായിരിക്കുന്ന WHO-യുടെ ഒരു സംഘടനയുടെ ഒരു ലാപ്ടോപ്പിൽ സകല മനുഷ്യരുടെ ഡാറ്റകൾ വന്നു ചേരണം. മനസ്സിലാവുന്നുണ്ടോ? അത് വേറെ ആരുമല്ല, എതിർ ക്രിസ്തുവിൻ്റെ ലാപ്ടോപ്പിലായിരിക്കണം. കാരണം ഇവിടെ പറയുന്നു 800 കോടി ജനത്തെയും നമസ്കരിക്കുമാറാക്കുന്നു അല്ലേ? ഞാൻ അതിൻ്റെ ക്ലാസ് എല്ലാവരും എടുക്കുന്നത്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുകയാണ്. 800 കോടി ജനം അവനെ നമസ്കരിക്കണം. അതിനെക്കുറിച്ച് അല്ലേ? എങ്ങനെയാണ് നമസ്കരിക്കുമാറാക്കുന്നത്? ഞാൻ പറഞ്ഞ ചോദ്യം മനസ്സിലായി നിങ്ങൾക്ക്? ഇവിടെ 7 വർഷം പീഡനകാലത്ത് നമ്മൾ പഠിച്ചു. ഈ 7 വർഷം ഭൂമിയെ ഭരിക്കുവാൻ പിശാച് വരാൻ പോകുന്നു. അതിന് 2ആയിട്ട് മുറിച്ച് പഠിക്കാൻ പോകും നമ്മൾ. അതിനുശേഷം ഈ ഭൂമിയിലേക്ക് അവൻ ഭരിക്കുമ്പോൾ അവനെ സകല മനുഷ്യരും 800 കോടി ജനങ്ങളും അവനെ നമസ്കരിക്കുമാറാക്കും. അങ്ങനെ വായിച്ചു വന്ന മക്കിലേ, ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് വെറുത്തുപോയ ഒന്നാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. കാരണം ഒരു സൈഡിൽ രാഷ്ട്രീയ നേതാവ്, മറു സൈഡിൽ 7 മലകളുടെ പുറത്തിരിക്കുന്ന റോമാ സാമ്രാജ്യത്തിന്റെ കേന്ദ്രമായ വത്തിക്കാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു മത നേതാവ് എഴുന്നേറ്റ് വരും. ഏകലോക മതം വരാൻ പോകുന്നു. 2 ഏകലോക ഗവൺമെന്റ് വരാൻ പോവുകയാണ്. ഓക്കെ, ജസ്റ്റ് ഒരു വാക്ക് മാത്രം ഞാൻ പറഞ്ഞു വിടുകയാണ്. ഏകലോക മതത്തിനു വേണ്ടി ഇന്ന് അബുദാബിയിലെ ഷെയ്ഖും ഇവിടുത്തെ മാതാ അമൃതാനന്ദമയിയും അതുപോലത്തെ മറ്റ് മതനേതാക്കന്മാരെല്ലാവരും ഇപ്പോൾ വത്തിക്കാനകത്തുണ്ട്. ലോകം ഒരു മതം ഒരു ഏകലോക മതത്തിനു വേണ്ടി ലോകം കാത്തിരിക്കുകയാണ്. അതല്ലോ G20 എന്നൊക്കെ പറഞ്ഞ TV-ലൊക്കെ വായിച്ചു കാണാൻ നിങ്ങൾ G20 എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ അതിനുള്ള ബന്ധത്തിലാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയും. പഠിക്കുന്നവർക്കെല്ലാം അറിയാം. നെറ്റുകളൊക്കെ നമുക്കതിൻ്റെ നോട്ട്സുകൾ, അതിൻ്റെ എന്താ പറയുക, ഫോട്ടോസൊക്കെ കാണാൻ കഴിയും. ഏകലോക മതത്തിനു വേണ്ടി ഇന്ന് ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. മറുസൈഡിൽ ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടി, ഏകലോക ഭരണത്തിനു വേണ്ടി ഒരു രാഷ്ട്രീയ നേതാവ് വരാൻ പോകുകയാണ്. ഇവർ രണ്ടും ഒരുമിച്ചാണ് ഈ ഭൂമിയെ 7 വർഷം ഭരിക്കാൻ പോകുന്നത്. പക്ഷെ 3.5 വർഷം കഴിയുമ്പോൾ, 3.5 വർഷം വരെ ഈ രാഷ്ട്രീയ നേതാവിന് ശക്തി പകർന്ന് മുഴുവനും ഈ റോമാ സാമ്രാജ്യത്തിന്റെ വത്തിക്കാനിൽ നിന്ന് വരുന്ന ഒരു മത നേതാവാണ്. അത് ആരാണെന്നുള്ള കാര്യം വിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ റെക്കോർഡിങ്ങും അതുകൊണ്ട് പ്രശ്നം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് 3.5 വർഷം ആ മത നേതാവ് മുഴുവൻ അധികാരങ്ങളും അവന് കൊടുക്കും. പക്ഷെ 3.5 വർഷം കഴിയുമ്പോണ്ടല്ലോ അവനെ കൊന്നുകളയും, അവനെ തകർത്തുകളയും ഈ രാഷ്ട്രീയ നേതാവ്. ഓക്കെ, വിടുകയാണ്. നമ്മൾ അതിനെക്കുറിച്ച് ഞാൻ മുന്നോട്ട് കടന്നു പോകുന്നില്ല. അങ്ങനെ ഈ 7 വർഷ പീഡനകാലത്തിൽ എല്ലാ മനുഷ്യരും അവനെ നമസ്കരിക്കുമാറാക്കുന്നു അല്ലേ? എല്ലാ 800 കോടി ജനങ്ങളും ഈ രാഷ്ട്രീയ നേതാവായിരിക്കുന്ന എതിർ ക്രിസ്തുവിനെ നമസ്കരിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അതിലേക്കുള്ള ഒരുക്കങ്ങൾ നടന്നിരിക്കുക. അതിൻ്റെ ഒന്നാം പടിയാണ് കൊറോണയെ ദൈവം ഭൂമിയിലേക്ക് അഴച്ചത്. താത്താൻ കൊണ്ട് വന്നതല്ല അല്ലേ? നമ്മൾ പ്രാർത്ഥിച്ചാലൊന്നും കൊറോണ പോകത്തില്ല. അത് അവൻ്റെ പ്രവൃത്തി ചെയ്തിട്ടേ കൊറോണ പോകത്തുള്ളൂ. കാരണം ദൈവം അഴിച്ചതാണ്. അതിൻ്റെ പിന്നിൽ 2 രഹസ്യങ്ങൾ. ഒന്ന്, വിശ്വാസികളുടെ വിശ്വാസം നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. കാരണം നമ്മുടെയൊക്കെ വിശ്വാസം എത്രമാത്രം ഉണ്ടെന്ന്. വീട് കിട്ടും, കാറ് കിട്ടാനും നമ്മുടെ സൗഖ്യത്തിന് വേണ്ടിയുള്ള വിശ്വാസമുണ്ട്. അതോ രക്ഷയ്ക്ക് വേണ്ടിയുള്ള വിശ്വാസമുണ്ട്. നമ്മൾ തന്നെ പരിശോധിക്കുക, എൻ്റെ വിശ്വാസം എന്തിനു വേണ്ടിയാ? ഞാൻ ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി മാത്രമാണെങ്കിൽ എൻ്റെ വിശ്വാസം കിട്ടാൻ വേണ്ടിയുള്ള വിശ്വാസമാ, അത് കിട്ടുക തന്നെ ചെയ്യും. പക്ഷേ സ്വർഗം കിട്ടത്തില്ല. എൻ്റെ വിശ്വാസം രക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ ദൈവം അത് തരും. ഒരുപക്ഷെ മറ്റേ തരത്തിലായിരിക്കാം. ചിലപ്പോൾ അര മുറുക്കി ഉടുക്കേണ്ടി വരും. ചിലപ്പോൾ കഷ്ടവും നിന്നയും പരിഹാസങ്ങളും ഈ ആയുസ്സിൽ അനുഭവിക്കേണ്ടി വരും. പക്ഷേ വിശ്വസിക്കുന്ന വിശ്വാസമുണ്ട് രക്ഷയ്ക്ക് വേണ്ടിയുള്ളത്, അത് ദൈവം തന്നിരിക്കും. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അത് നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ പരിശോധിച്ച് നോക്കുക. ഓക്കെ, മുന്നോട്ട് കടന്നു പോകാം. അപ്പോൾ അങ്ങനെ
എങ്ങനെയാണ് ഈ ഭൂമിയെ മുഴുവനും ഇവൻ ഭരിക്കാൻ പോകുന്നത്? ഈ ഭൂമി മുഴുവനും 262 രാജ്യങ്ങളെയും ഈ രാഷ്ട്രീയ നേതാവായ ഒരു രാഷ്ട്രീയ നേതാവായിരിക്കുന്ന വ്യക്തി എങ്ങനെയാണ് അവനെ എല്ലാ മനുഷ്യരും നമസ്കരിക്കുമാറാക്കുന്നത് എന്ന കാര്യമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പലപ്പോഴായി പണ്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്, എന്നാൽ പോലും ഞാൻ മുന്നോട്ട് കടന്നു പോകുകയാണ്. അവിടെ വചനം പറയുന്നു, 7 വർഷ പീഡനകാലത്തിൽ മുദ്രയുള്ളവന് മാത്രമേ വിൽക്കുവാനും വാങ്ങുവാനും കഴിയുകയുള്ളൂ. ആണല്ലോ, വചനം ശക്തമായി പഠിപ്പിക്കുക. ഒരു മുദ്ര നമ്മുടെ ശരീരത്തിൽ ഏറ്റാൽ മാത്രമേ ഒരു മനുഷ്യന്, ഈ 800 കോടി ജനത്തിന് ആയിരിക്കുന്ന അത്രയും കോടി ജനങ്ങൾക്ക് എന്തെങ്കിലും കടയിൽ പോയി വാങ്ങണമെങ്കിലും എന്തെങ്കിലും സാധനം വിൽക്കണമെങ്കിലും എന്ത് വേണം? ഇവർക്ക് ഈ മുദ്ര ഏൽക്കാത്തവന് ഒരിക്കൽ പോലും വിൽക്കുവാനോ വാങ്ങുവാനോ കഴിയില്ല. എപ്പോഴാ? 7 വർഷം പീഡനകാലത്ത് അല്ലേ? അതിന് തൊട്ട് മുമ്പ് അവരുടെ വിശുദ്ധന്മാർ പോയിരിക്കും ഇവിടുന്ന്. ഞാനിത് ഓർക്കുകയാണ്, ഞാൻ ഇതിനെക്കുറിച്ച് ഇപ്പൊ പറഞ്ഞപ്പോൾ ഇത് ഓർക്കുകയാണ്. 2009 10ഓടുള്ള മുമ്പിൽ അന്ന് ആദ്യമായി ഒരു സർവേ ആരംഭിച്ചു. അന്ന് ആദ്യത്തെ സർവേയാണ് ഭൂമിയിൽ. മറ്റൊരു വാക്കി പറഞ്ഞ അവസാനത്തെ സർവേ. അത് നല്ല വാക്ക് അല്ലേ? ഒന്നാമത്തെ സർവേ നടന്നത്, അത് രണ്ട് പ്രാവശ്യമായിട്ടാണ് സർവേകൾ നടന്നത്. അത് 2009 സർവേ നടന്നത് അല്ലേ? നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഫസ്റ്റ് സർവേ അല്ലേ? ആധാർ കാർഡൊക്കെ വരുന്നതിന് മുമ്പായിട്ട് സർവേ എടുത്ത് ഓർമ്മയുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് ഒരു 1900 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 1900 അതിൽ മേലെ വർഷങ്ങൾക്ക് മുമ്പ്, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് ഭൂമിയിൽ ജനിക്കുന്ന സമയത്ത് ലോകം മുഴുവനും കിടക്കുന്ന യഹൂദന്മാരെല്ലാവരും, ഇസ്രായേൽ മക്കൾ എല്ലാവരും ഒരിക്കൽ ബെത്ലഹേമിൽ കൂടി വന്നു. ഓർമ്മയുണ്ടോ? അന്ന് സർവേ നടക്കുന്ന സമയമായിരുന്നു. ആണല്ലോ, ഒന്നാമത്തെ സർവേ നടക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ടാ ഈ കർത്താവ് അവിടെ കടന്നു വരുവാനും ബെത്ലഹേമിൽ ജനിക്കുവാനൊക്കെ ആയിട്ട് ദൈവം ഇടയാക്കിയത്. എന്താ അവിടെ ഞാൻ വിടുകയാണ്. അതിനുശേഷം പിന്നെ സർവ്വ നടന്നതായിട്ട് ചരിത്രത്തിൽ കാണാനില്ല. എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച്. എൻ്റെ അറിവിൽ വേറെ സർവ്വ നടന്നിട്ടില്ല. പിന്നെ നടക്കുന്നത് 2009 ആ കാലഘട്ടത്തിലാണ് വീണ്ടും വരുന്നത്. നമ്മുടെ ആധാർ കാർഡ് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ 2 പ്രാവശ്യമായിട്ട് സർവേ നടന്നു അല്ലേ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ പേരും വിവരമൊക്കെ നമുക്ക് ഒരു മടിയും കൂടാതെയൊക്കെ നമ്മൾ പേരും വിവരമൊക്കെ, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, മക്കൾക്ക് ഇത്ര വയസ്സ്, ഞാൻ ബാങ്കിൽ 2 അക്കൗണ്ട് അല്ലേ, നമ്മളിങ്ങനെ തത്തമ്മേ പൂച്ച അല്ല തത്തമ്മേ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞു കൊടുത്തായിരുന്നു അല്ലേ? ഞാൻ എൻ്റെ അനുഭവം പറയുക. ഇതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ കർത്താവിൻ്റെ വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് പ്രസംഗിച്ച് നടക്കുന്ന സമയമാണ്. വർഷങ്ങൾക്ക് മുമ്പേ ന്യൂ ലൈഫ് ഇറങ്ങിയ ശേഷം ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഈ ടോൾ കടക്കണമെങ്കിൽ സാധനം വേണമല്ലോ, ഫാസ്ടാഗിനെ കുറിച്ചും ഈ വരുന്ന വരാൻ പോകുന്ന ആധാർ കാർഡിനെ കുറിച്ചൊക്കെ ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ ന്യൂ ലൈഫിൽ ഇറങ്ങിയ സമയത്ത് ഞാൻ പ്രസംഗിച്ച് നടക്കുക. ആ സമയത്താണ്, അല്ലെങ്കിൽ 3 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒന്നാമത്തെ സർവേ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അന്ന് ഞങ്ങൾ ആകെ ഭയന്ന് പറച്ചുപോയി. കാരണം ഇത് ഒരു അവസാന കൊയ്ത്തിന് വേണ്ടി വരിക. എനിക്കറിയാം, ഒരു അവസാനത്തെ സർവേ നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ ആ സമയത്തൊക്കെ കൊട്ടാരക്കരയിൽ ഞങ്ങൾക്ക് ബൈബിൾ ട്രെയിനിങ് സെന്റർ, വേറെ പാസ്റ്റർ കൂടെയൊക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അന്ന് ഞാൻ അങ്ങോട്ടൊക്കെ മുങ്ങി, എൻ്റെ ഭാര്യ അവരുടെ വീട്ടിലേക്ക് പോയി, എൻ്റെ മക്കള് എൻ്റെ അമ്മയുടെ വീട്ടിലേക്കൊക്കെ പോയി. ഞങ്ങൾ വ്യത്യസ്തമായ വീടുകളിൽ എത്രയോ ദിവസങ്ങൾ ജീവിച്ചെന്നറിയാമോ? വരുമ്പോഴൊക്കെ മക്കളൊക്കെ കട്ടിനോട് അടിക്കേറിയിരിക്കും. കാരണം എന്നെ പോലത്തെ പൊട്ടന്മാരെ കുറിച്ച് പറഞ്ഞാൽ വേറെ ഒന്നും നിങ്ങളൊന്നും വിചാരിക്കേണ്ട. കാരണം ബൈബിൾ പഠിപ്പിക്കുക ചതിച്ച് മുദ്ര ഏൽപ്പിക്കുമെന്ന് ബൈബിൾ പഠിപ്പിക്കുക. ഏത് വഴി കൂടി ചതി വരും നമുക്കറിയില്ല. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് പെട്ടുപോയാൽ നമ്മുടെ രക്ഷയാ പോകുന്നത്. അതുകൊണ്ട് എന്നും ഒരു ചിന്ത ഞങ്ങളുടെ അകത്തുണ്ടായിരുന്നു. എന്താ അറിയാമോ? കാരണം പിടികൊടുക്കത്തില്ല. ഞങ്ങളൊക്കെ വ്യത്യസ്തമായ സ്ഥലങ്ങൾ എത്രയോ പ്രാവശ്യം ജീവിക്കേണ്ടി വന്നു. വേർപെട്ടൊക്കെ ഞങ്ങൾ ജീവിക്കേണ്ടി വന്നു. പിന്നീട് കുത്തിയിരുന്ന വചനം പഠിച്ച ശേഷമാണ് മനസ്സിലായത്, ഇത് ഒന്നിലേക്കുള്ള ആരംഭം മാത്രമാണ്. മനസ്സിലാവുന്നുണ്ടോ? 60 വർഷങ്ങൾക്ക് മുമ്പ് റേഷൻ കാർഡ് ഭൂമിയിലേക്ക് വന്നപ്പോൾ 1 രൂപയ്ക്ക് 2 രൂപയ്ക്ക് അരി കിട്ടുമ്പോൾ നമ്മളൊക്കെ ഓടിപ്പോയി എടുത്തു. അന്ന് മുതൽ ഇതിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ലോകം ഒരുങ്ങുകയായിരുന്നു. റേഷൻ കാർഡ് വഴി 60 വർഷങ്ങൾക്ക് മുമ്പേ ഈ അന്ത്യകാലത്തിന് വേണ്ടി, ഈ 7 വർഷ പീഡനകാലത്തിന് വേണ്ടി ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുക എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഇന്ന് സംഭവിച്ചതല്ല എന്നും. ഇതൊക്കെ 60 വർഷങ്ങൾക്ക് മുമ്പേ റേഷൻ കാർഡ് മുതൽ തന്നെ മനുഷ്യനെ ഒരുവന്റെ കുടക്കീഴിലാക്കുവാൻ, അവന്റെ ലാപ്ടോപ്പിൽ 800 കോടി ജനത്തിന്റെ ഡാറ്റകൾ വന്ന് അവനെ നമസ്കരിക്കുമാറാക്കുന്ന പദ്ധതികൾ ആരംഭിച്ചിട്ട് 60 വർഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ
ഞങ്ങൾ തുടർന്ന് പഠിച്ചു, മനസ്സിലായി ആധാർ കാർഡ് ഒരു സ്റ്റാർട്ടിംഗ് മാത്രമാണെന്നും അതിലുള്ള ബാർകോഡിന്റെ എണ്ണം 12 ഡിജിറ്റേ ഉള്ളെന്നും ഞങ്ങൾ കണ്ടപ്പോൾ തുടർന്ന് ഞങ്ങൾക്ക് എടുക്കേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും തമിഴ്നാട്, ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിൽ കടന്നു പോകണമെങ്കിൽ ഞങ്ങൾക്ക് ആധാർ കാർഡ് ഇല്ലാതെ ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടത്തില്ല, ട്രെയിനിൽ കയറാൻ കഴിയത്തില്ല, ഒരിടത്ത് പോകാൻ കഴിയാത്തത് കൊണ്ട് ഞങ്ങൾ പോയി എടുത്തതാണ് ആധാർ കാർഡ്. കാരണം ചതിച്ച് മുദ്രയേൽപ്പിക്കപ്പെടുമെന്ന് ബൈബിൾ പഠിക്കുമ്പോൾ ചതിയിൽ പെടാതിരിപ്പാൻ ഞങ്ങളെ തന്നെ സൂക്ഷിച്ചതാ. പിന്നീട് മനസ്സിലായി ഇതെല്ലാം ഒന്നിലേക്കുള്ള യാത്രയുടെ ആരംഭമായിട്ടുള്ളൂ ഞാൻ പഠിച്ചു. പിന്നീട് എന്റെ മുണ്ടാതിരിക്കുന്നു, പേടിച്ചിട്ടാണോ അതോ എന്തോ ആവട്ടെ. അപ്പോൾ അതിനുശേഷം നിങ്ങൾ അറിയണം, എത്രയോ വർഷങ്ങൾ ഞാൻ ഈ 2009 മുതൽ ആധാർ കാർഡ് എടുക്കുന്നവര്, നിങ്ങൾക്കറിയാലോ, ഞാൻ ചെറിയ വീട് പണിത് കൊടുക്കുന്ന പരിപാടിക്കായിരുന്നു ഞാൻ കണ്ടപ്പോൾ. ചെറിയ കോൺട്രാക്ട് വർക്കാണ്. സ്ഥലം വാങ്ങണമെങ്കിൽ, വാങ്ങിക്കഴിഞ്ഞ് വിൽക്കണമെങ്കിൽ ആധാർ കാർഡ് ഇല്ലാതെ വിൽക്കാൻ പറ്റത്തില്ല. വാങ്ങുവാനോ വിൽക്കുവാനോ, മുദ്രയുള്ളവന് വാങ്ങുവാനോ വിൽക്കുവാനോ കഴിയത്തില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ജോലി പോലും ഉപേക്ഷിച്ചു. എന്തിനാണെന്ന് അറിയാമോ? രക്ഷയ്ക്ക് വേണ്ടിയാ. ഞാൻ നിങ്ങളൊക്കെ വിചാരിക്കരുത്, വെറുതെ ഒരു കാലം അവിടെയും ഒരു കാലം ഇവിടെയായിട്ടല്ല ഞങ്ങൾ നിന്ന് ജീവിച്ചത്. ആ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ് ജീവിതം മുന്നോട്ട് ഓടിക്കൊണ്ടിരുന്നത്, അന്നും ഇന്നും എന്നും. ഹല്ലേലൂയ. ഒരു കോംപ്രമൈസും ഇല്ല ജീവിതത്തിൽ. ഞങ്ങളുടെ ജോലി, സമ്പത്ത് കിട്ടുന്ന, നല്ല നന്മകൾ കിട്ടുന്ന ജോലി പോലും എത്രയോ വർഷങ്ങൾ ഞങ്ങൾ മാറ്റിവെച്ചെന്നറിയാമോ? പലപ്പോഴും ചില പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറെ വന്നിട്ടുണ്ട്, ഒരുപാട് വന്നിട്ടുണ്ട് ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ. പക്ഷെ കാരണം സ്ഥലം വാങ്ങിയാൽ വിൽക്കണമെങ്കിൽ ഈ സാധനം വേണം, എടുത്തുപോയാൽ രക്ഷ നഷ്ടമാകുമെന്ന് പേടിച്ച് വരച്ചിട്ട് ഞങ്ങൾ പണി പോലും വിട്ടുകളഞ്ഞ ജീവിതത്തിൽ എത്രയോ അനുഭവങ്ങൾ ഞാൻ എൻ്റെ ഈ രാത്രി നിങ്ങളെ കൂടി ഓർക്കുകയാണ്. എന്തുമാകട്ടെ, അതൊക്കെ ഒന്നിലേക്കുള്ള യാത്രയാണ്. ഞാൻ ഒന്ന് പറയാം, ഇതൊക്കെ വരുമ്പോൾ എത്രയോ വിശ്വാസികൾ ആദ്യം പോയി ക്യൂ എന്ന ആൾക്കാരോടൊന്നറിയാമോ? എത്രയോ വിശ്വാസികൾ ജാതികൾ പോകുന്നതിന് മുമ്പ് തന്നെ എത്രയോ വിശ്വാസികൾ ആദ്യം പോയി ക്യൂ എന്ന് വാങ്ങിയിട്ടുണ്ടെന്നറിയാമോ? ആരെങ്കിലും ഇതിനിടയിൽ ഉണ്ടെങ്കിൽ ദൈവത്തോട് മാപ്പ് പറയണം. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇതുപോലെ ഒരു ചതി വരാൻ പോകുകയാണ്. അങ്ങും പോയി നമ്മൾ തലകുമ്പിട്ട് കൊടുക്കാൻ ഇടയുണ്ട്. എന്ത് കാര്യം ഇനി സംഭവിക്കുമ്പോഴും, ആരെന്ത് ഉപദേശിക്കുമ്പോഴും ഒന്നിരുന്ന് ചിന്തിക്കുവാനുള്ള മനസ്സുണ്ടാകണം. നിങ്ങൾ ജീവിതം നല്ലോണം യാഗമാക്കിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്, നല്ലോണം. ഓക്കെ, വെളിപ്പാട് 13-18 വാക്യം പഠിക്കുമ്പോൾ അത് ചെറിയവരും അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കയിൽ മേലോ നെറ്റിയിൽ മേലോ മുദ്ര കിട്ടുമാറും മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയായ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വയ്യാതെ വണ്ണം ആക്കിക്കളയുകയാണ്. അല്ലേ? നമുക്കറിയാം. ഇങ്ങനെ ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം, ഇവിടെയാണ് ജ്ഞാനം ആവശ്യം. പറയുന്നു, ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. അത് ഒരു മനുഷ്യന്റെ സംഖ്യ എത്രേ? അതിന്റെ സംഖ്യ 666. മനസ്സിലായോ നിങ്ങൾക്ക്? ഇന്ന് ലോകം മുഴുവൻ ഭയപ്പെടുന്ന ഏറ്റവും വലിയൊരു അധ്യായമാണ് ഈ അധ്യായം. അതുകൊണ്ട് ആ 13 നമ്പർ പോലും ഒരു ഹോട്ടലുകളിൽ ലോകത്തിലില്ല. കാരണം 13 നമ്പറിലാണ് ഈ 666 കിടക്കുന്നത്. അത്രമാത്രം ഭയമുളവാക്കുന്ന ഒരു കാര്യമാണിത്. നിങ്ങൾ മറന്നു പോകരുത്. നമുക്കൊന്നും വലിയ വിലയും പേടിയൊന്നുമില്ല, കാരണം നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ, അല്ലേ? ഓക്കെ, എന്തുമാകട്ടെ, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അപ്പോൾ ഈ ഇവിടെ പറയുന്ന മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ നിങ്ങൾക്കറിയാമോ? മൃഗത്തിന്റെ പേരോ ബാക്കി പേര് ഒരു മൃഗത്തിന്റെ പേരാണ്. ആരുടെ പേരാ? എതിർ ക്രിസ്തുവിന്റെ, അല്ലേ? എന്നിട്ട് പറയാം പേരിന്റെ സംഖ്യയോ. അപ്പോ അവന്റെ പേരിന്റെ സംഖ്യ എന്ന് വെച്ചാൽ അവന് എത്രയെന്ന് പറയാ, ഇപ്പൊ പേരുണ്ടെങ്കിൽ ആ ഓരോ അക്ഷരത്തിനും ഓരോ വരകളാ, അക്കങ്ങളാ. എന്തുമാക്കട്ടെ, ഇപ്പൊ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അപ്പോ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുവാനോ വിൽക്കുവാനോ കഴിയത്തില്ല. അപ്പൊ അതിനർത്ഥം ഈ അവന്റെ പേര്, മൃഗത്തിന്റെ പേരോ പേരിന് സംഖ്യയുള്ള ഇല്ലാത്ത ഒരുത്തനും ഈ ഭൂമിയിൽ വിൽക്കുവാനോ വാങ്ങുവാനോ, കടയിൽ പോയി 1 കിലോ അല്ലേ അരി പോലും വാങ്ങണമെങ്കിൽ അത് വേണം. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? വിൽക്കുവാനോ കഴിയാതെ വരുന്ന കാലഘട്ടം. എന്നിട്ട് പറയുന്നത് ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം, അല്ലേ? ഇവിടെ തൊട്ടുമോളി പറഞ്ഞു മൃഗത്തിന്റെ പേരോ. നിങ്ങൾ അറിയണം, ഞാൻ എൻ്റെ ചെറിയ ജീവിതം പറഞ്ഞു പോകുകയാണ്. പണ്ട് ആ കാലഘട്ടത്തിൽ, ഏതാണ്ട് ആധാർ കാർഡൊക്കെ വരുന്ന കാലഘട്ടത്തിൽ, നിങ്ങൾ ഒരുപക്ഷെ ഓർത്ത് കാണുമെന്ന് എനിക്കറിയത്തില്ല, അന്ന്
ബാരക് ഹുസൈൻ ഒബാമ എന്ന് പറയുന്ന വ്യക്തി അമേരിക്കൻ പ്രസിഡന്റായി കയറിയ കാലഘട്ടം ഓർമ്മയുണ്ടോ? അദ്ദേഹത്തിന് ഗവൺമെന്റ്, അവിടുത്തെ ഗവൺമെന്റ് ഒരു വാഹനം കൊടുത്തു. പേപ്പറിൽ മലയാള മനോരമയിലൊക്കെ ആ ഫോട്ടോ സഹിതമുണ്ടായിരുന്നു. എൻ്റെ ഒരുപാട് കട്ട് പീസ് ആ സമയങ്ങളിലൊക്കെ ഞാൻ തിരികെയും പഠിക്കുകയും ചെയ്ത കാലഘട്ടമായിരുന്നു. ഒരുപാട് കട്ട് പീസൊക്കെ ഞാൻ ശേഖരിച്ചായിരുന്നു. പക്ഷേ അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. എന്ന് പറയട്ടെ, കേട്ടിട്ടുണ്ടോ? ആ ഒരു കറുത്ത വണ്ടി, എത്ര വലിയ തോക്ക് വെച്ച് വെടിവെച്ചാലും ബോംബിട്ടാലും പൊട്ടാത്തൊരു വാഹനത്തെക്കുറിച്ച്. ആ വാഹനത്തിന്റെ പേരെന്ന് നിങ്ങൾക്ക് അറിയാമോ? വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? പണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് പറയുന്നത്. പേപ്പറിൽ മലയാള മനോരമയിലും മാതൃഭൂമിയിലൊക്കെ മനോഹരമായി ഒരു വലിയൊരു പേപ്പർ തന്നെ, ഒരു ഫുൾ പേജാണ് വന്നിരുന്നത്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ബീസ്റ്റ്, മൃഗം, ബീസ്റ്റ്. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ബീസ്റ്റ്, മൃഗം എന്ന പേരാണ് ആ വാഹനത്തിന് കൊടുത്തത്. ഓർമ്മയുണ്ടോ? കോടികൾ മുടക്കി ആ ബാരക് ഹുസൈൻ ഒബാമക്ക് കൊടുത്ത വണ്ടിയുടെ പേര്. ബോംബിട്ടാലും പൊട്ടത്തില്ലേ? അത്രയും വലിയ വാഹനത്തിന് പേരിട്ടവര് ബീസ്റ്റ്. ഞങ്ങൾ ആദ്യം ഒന്ന് പേടിച്ച് വിറച്ചു. ചോറ് ഉരുട്ടി വായിലേക്ക് വെച്ചാൽ ഇറങ്ങുന്നില്ല, പേടിയായിപ്പോയി ഞങ്ങൾക്ക്. കാരണം കർത്താവിന്റെ വരവ് പടിവാതിക്കൽ. ഒന്ന്, രണ്ടാമത് ചതിച്ച് മുദ്രയേൽപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അറിയത്തില്ല എങ്ങനെയൊക്കെയാ സംഭവിക്കുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ വിചാരിച്ചു, ഈ പുള്ളിക്കാരനെങ്ങാനും ആവോ കടലിൽ നിന്ന് സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗത്തെക്കുറിച്ചൊക്കെ വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗത്തെക്കുറിച്ച്, ഈ മൃഗത്തെക്കുറിച്ചൊക്കെ ഒരുവനാ എതിർക്രിസ്തു, അന്തിക്രിസ്തു എന്ന് പറയുന്നവനാ. അപ്പോൾ അവന്റെ വണ്ടിയുടെ പേര് മൃഗം, ബീസ്റ്റ് എന്ന് വന്നപ്പോൾ ഞങ്ങൾ വെച്ചാൽ ഈ പുള്ളിക്കാരൻ തന്നെയാവും. അത് മാത്രമല്ല, 666 6 3 18 അക്ഷരങ്ങൾ അല്ലേ? ബാരക് 6, ഹുസൈൻ 6. നിങ്ങൾ കൂട്ടിയിട്ടില്ലേ? അവിടെ നമുക്ക് എവിടെ നോക്ക്, നമുക്ക് പറ്റുക ചായ പറ്റുന്ന പാലുകാരന് ഇത്ര കൊടുക്കണം അല്ലേ? പേപ്പർ കാരന് ഇത്ര ഇവിടെ കൂട്ടി അതാ നമുക്ക് കൂട്ടാനൊക്കെ നമുക്ക് എളുപ്പം. നിങ്ങൾ അറിയണം, 6 6 6 18 ഡിജിറ്റുകൾ. നോക്കിയേ, ഇവിടെ പറയുന്നു അവന്റെ പേരിന്റെ സംഖ്യ. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുകയാണ്. ഞങ്ങൾക്ക് ആ പേരിന്റെ സംഖ്യ 666 618 അല്ലേ? 6 6 18 ഡിജിറ്റുകൾ. അവന്റെ വണ്ടിയുടെ പേര് തന്നെ ബീസ്റ്റ് എന്നാ. ഞങ്ങൾ ആ കാലത്ത് പേടിച്ച് പറിച്ച കാലഘട്ടമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഞാനത് വിടുകയാണ്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, എന്നിട്ട് പറയുക, അവന്റെ പേരിന്റെ സംഖ്യയും അവന്റെ അത് ആ മുദ്ര ഏറ്റില്ലെങ്കിൽ ആർക്കും വിൽക്കുവാനോ വാങ്ങുവാനോ കഴിയത്തില്ല. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം, ഇവിടെ ആവശ്യം ജ്ഞാനമാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ദൈവത്തിന്റെ മർമ്മം അറിയാത്തിടത്തോളം കാലം നമുക്ക് ഈ പുസ്തകം പഠിക്കാൻ കഴിയത്തില്ല. 13-ാം അധ്യായം പഠിച്ചാൽ മനസ്സിലാകത്തില്ല. കാരണം 2 ഇണവചനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് ഉപദേശിക്കാൻ പറ്റത്തുള്ളൂ. 2 പേർ അല്ലേ? 2 പ്രവാചകന്മാരോ 2 അപ്പോസ്തലന്മാരോ 2 വശത്ത് ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ മാത്രമേ നമുക്കൊരു ഉപദേശം ഇടാൻ പറ്റത്തുള്ളൂ. ഡോക്ട്രിൻ, ഒരു ബിബ്ലിക്കൽ ഡോക്ട്രിൻ വേണമെങ്കിൽ 2 പേർ ഒരുമിച്ച്. ഇവിടെ ഇപ്പൊ പഠിച്ച കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പേ നമ്മൾ പഠിച്ചായിരുന്നു. യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പേ 300ഓളം പ്രവചനങ്ങൾ നിവർത്തിച്ചു. ഓർമ്മയുണ്ടോ? അവിടെ ഞാൻ കുറച്ച് പ്രവചനങ്ങൾ അവിടെ എഴുതിയിട്ടു. 1 പുതിയ നിയമത്തിൽ നിന്നും 2 പഴയ നിയമത്തിൽ നിന്നും. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എന്തുകൊണ്ടെന്നറിയാമോ? 2 പേർ ഒരുമിച്ച് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഉപദേശം ഉറപ്പിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഉപദേശിക്കാൻ പാടില്ല നമുക്ക്, അല്ലേ? പക്ഷെ ഇവിടെ മാത്രം എന്താണെന്നറിയാമോ? ഒരിടത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ പറയുന്നത് ജ്ഞാനം കൊണ്ട് ഇവിടെ ആവശ്യം ബുദ്ധിയുള്ളവൻ. കാരണം ഈ 66 പുസ്തകത്തിന്റെ സമാഹാരം ദൈവത്തിന്റെ മനസ്സ് അക്ഷരങ്ങളിലല്ല, അവന്റെ ഹൃദയത്തിൽ നിന്ന് ഗ്രഹിക്കാത്തിടത്തോളം കാലം നമുക്ക് ഈ പുസ്തകം മനസ്സിലാകത്തില്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ, എന്നിട്ട് പറയുക, ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ, അത് ഒരു മനുഷ്യന്റെ സംഖ്യ എത്രേ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇപ്പൊ ബാരക് ഹുസൈൻ ഒബാമ 666. പിന്നീട് ഞങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായി, അദ്ദേഹം യൂറോപ്പിൽ നിന്നല്ല വന്നത്, ആഫ്രിക്കയിൽ നിന്നാണ് വന്നത്. ഉണ്ടോ നിങ്ങള്? അപ്പോൾ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിനെ ആ ലിസ്റ്റിൽ നിന്ന് വെട്ടിക്കളഞ്ഞു. കാരണം നമുക്ക് മനസ്സിലായി അതല്ലെന്ന്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യന്റെ സംഖ്യ എത്രേ? ആ സംഖ്യ 666 666 18 ഡിജിറ്റുകളുള്ള ഒരു വ്യക്തി, അല്ലെ? 18 അക്ഷരങ്ങളിലേക്ക് വരുന്ന ഒരു വ്യക്തിത്വം എന്നുമാകട്ടെ. അതാണ് ആ ഒരു മുദ്ര, അല്ലെങ്കിൽ 18 അക്കങ്ങൾ, 18 വരകളുള്ള അല്ലെങ്കിൽ അക്കങ്ങളുള്ള ആ മുദ്ര, ആ എതിർക്രിസ്തുവിന്റെ പേരിന്റെ സംഖ്യയായ മുദ്ര നമ്മൾ എടുത്തില്ലെങ്കിൽ, നമ്മളല്ല ആ സമയത്ത് എടുത്തില്ലെങ്കിൽ അവർക്ക് വിൽക്കുവാനോ വാങ്ങുവാനോ കഴിയത്തില്ല. ഇത്ര മനസ്സിലായോ? ഞാനിത് പറഞ്ഞു പറയാൻ കാരണം, എങ്ങാനും കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇതില്ലാതെ ജീവിക്കുവാൻ കഴിയത്തില്ല.
കൈവിടപ്പെട്ട് പോയാൽ, പോകരുത്, പോയാൽ 1 കിലോ അരി മേടിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ ഇത് ഉണ്ടായിരിക്കണം. ഇതെടുത്താൽ അവൻ നരകത്തിലേക്ക് പോകത്തുള്ളൂ. എടുക്കാതിരിക്കുവാൻ രക്തസാക്ഷികളായി തീർന്നൊരു കൂട്ടരെ കുറിച്ചായി പറയാൻ പോകുന്നു ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അന്ന് കുഞ്ഞുങ്ങൾ കരയുമ്പോൾ അല്ലേ, അറിയാതെ പോയി നമ്മളും എടുത്തു പോകും. മീൻസ് കൈവിടപ്പെട്ട് പോയവരും. അതുകൊണ്ട് ഈ വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. എന്തുമാകട്ടെ, മുന്നോട്ട് കടന്നു പോകാം. ഓക്കെ, ഒരിടത്തും ഈ 666 കുറിച്ച് വേറെ ഒരിടത്ത് പോലും നമുക്ക് ഇതിനെക്കുറിച്ച് കാണാൻ കഴിയത്തില്ല. പക്ഷെ ഇയ്യോബിന്റെ പുസ്തകം പഠിക്കുമ്പോൾ അവന്റെ വിരലൊക്കെ മുദ്രയിട്ടിരിക്കുന്നു എന്നൊക്കെ വാക്കുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. വായിച്ചിട്ടുള്ളവർക്ക് അറിയാൻ കഴിയും. യോ പഠിപ്പിക്കുന്നുണ്ട്. എന്തുമാകട്ടെ, ഇന്ന് ലോകത്തിൽ നമ്മൾ കാണാൻ കഴിയുന്നത്, ഇന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത്, നമുക്ക് ആധാർ കാർഡ് വരുമ്പോൾ നമുക്ക് 12 ഡിജിറ്റുകളായിരുന്നു അല്ലേ? 4ന്റെ 3 സെറ്റുകളായിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എവിടെ, നമുക്ക് അതും നോക്കാൻ നേരമില്ലല്ലോ. ഒക്കെ മേടിച്ച് അത് ഷോക്കേസിൽ വെച്ചിരിക്കുന്ന അല്ലേ? ഓക്കെ, എന്തുമാകട്ടെ, നിങ്ങൾക്കറിയാം, അതിനുശേഷം ഒരു ATM കാർഡ് വന്നു. അതിന് 14 ഡിജിറ്റുകളാണുള്ളത്. ഇതൊന്നും വിചാരിച്ചേക്കേണ്ട, നിങ്ങൾ മൗനമായി നിങ്ങളൊന്ന് തള്ളിക്കളയണ്ട. ഇതൊക്കെ അടുത്ത ലെവലിലേക്ക് വരാൻ പോകുകയാണ്. അതിനു മുമ്പ് നമ്മൾ ഇവിടുന്ന് പോയിരിക്കും. 1 ആധാർ കാർഡ് വന്നു, 12 ഡിജിറ്റുകൾ, 2 അക്കങ്ങൾ, 2 നമ്മുടെ പോക്കറ്റിൽ എത്രണ്ണോ ഇരിക്കുന്ന നമുക്കറിയാം. പേഴ്സ് നോക്കിയാൽ 5-8 ATM കാർഡുകളാണ് പോക്കറ്റിൽ ഇരിക്കുന്നത്. ആ ATM കാർഡുകളിൽ ഒരു ചെറിയ ചിപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു കുഞ്ഞ് 1 സെന്റിമീറ്റർ, അര സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള ഒരു ചിപ്പ് അതിൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. ഇതൊക്കെ ATM കാർഡൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്നും, എന്നാൽ നശിക്കാത്ത ആ ചെറിയ ചിപ്പ് വീണ്ടും ഷോർട്ടായി ഒരു നെൽമണിയുടെ അത്രമാത്രം വലിപ്പമായി അത് നമ്മുടെ കരകളിലേക്ക്, നമ്മുടെ നെറ്റിയിലോ നമ്മുടെ കൈമേലെ കയറാൻ പോകുന്ന സമയം അടുത്ത് വരികയാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ആധാർ കാർഡ് വന്നു, അത് ഗവൺമെന്റ് പറഞ്ഞു അതൊന്നും വേണ്ട, നിർബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് പണ്ട് എടുക്കാതിരിക്കുക എന്ന് പറഞ്ഞു. പക്ഷേ വർഷങ്ങൾ കഴിയും തോറും ഗ്യാസ് വേണോ, എടുക്കണം, പതിയെ ടൈറ്റ് ആക്കാൻ നോക്കി അവരല്ലേ. ഇന്ന് ആ സാധനമില്ലാതെ നമുക്ക് പുറത്തേക്ക് പോലും ഇറങ്ങാൻ കഴിയത്തില്ല. അതുപോലത്തെ ചതി വരാൻ ഇടയുണ്ട് നമുക്ക്. ഇതൊക്കെ മുന്നോടിയായി ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളെന്നും വിജിലന്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയാ. നമുക്ക് നല്ല വിജിലന്റാ ഇതിനു വേണ്ടി മാത്രം. എന്തുമാകട്ടെ, ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങള്, ഇതെല്ലാം 666 മനുഷ്യന്റെ കരങ്ങളിലേക്ക്, ഈ ചിപ്പെല്ലാം മാറി മനുഷ്യന്റെ കരകളിലേക്ക്, നെറ്റിയിലേക്ക് വരാൻ പോകുന്ന നിമിഷങ്ങൾ വിദൂരമല്ല, കൺമുമ്പിൽ സംഭവിക്കാൻ പോകുകയതെല്ലാം. ഓക്കെ, ലോകത്ത് നോക്കിയാൽ വെറി ചിപ്പ് എന്ന് പറയുന്ന ചെറിയൊരു ചിപ്പുകളാണ് ഇന്ന് ലോകത്ത് കണ്ടുവച്ചിരിക്കുന്നത്. ചെറിയ നെൽമണിയുടെ അത്രമുള്ള വെറി ചിപ്പുകൾ എന്നൊക്കെ പറയും. നെറ്റിൽ അടിച്ചു നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനെക്കുറിച്ചൊക്കെ. ഒരു ചെറിയ ചിപ്പിലേക്ക് മനുഷ്യനെ ജ്ഞാനം വർദ്ധിച്ച് അല്ലേ, വലിയ വലിയ ചിപ്പുകളൊക്കെ ചെറുതായി ATM കാർഡിൽ ഇപ്പോൾ വന്ന് നിൽക്കുക. ഒരു 3/4 സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള ചിപ്പായി അതിന് വീണ്ടും ചെറുതായി ഇന്ന് വെറി ചിപ്പ് എന്നൊക്കെ പറയുന്ന ഒരു നെൽമണിയുടെ അത്രമുള്ള ചിപ്പുകളായി ഇന്ന് ലോകം കണ്ടുപിടിച്ചു. ആരും ഭയപ്പെടാൻ വേണ്ടി പറയില്ല. ഇന്ത്യയുടെ ഇൻഫോസിസിന്റെ മുതലാളിയായ നന്ദൻ സാറിന്റെ അദ്ദേഹത്തിന് ഇന്ത്യയിലെ 135 കോടി ജനത്തിനും 142 കോടി ജനത്തിനും 44 കോടി ജനത്തിനും നമ്മുടെ കരങ്ങളിലേക്ക്, മനുഷ്യന്റെ കരങ്ങളിലേക്ക് ചിപ്പ് വെക്കുവാൻ ഓർഡർ കൊടുത്തു കഴിഞ്ഞു. അത് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ പല രാജ്യങ്ങൾ നോക്കിയാൽ ബാരക് ഹുസൈൻ ഒബാമ പോലും ചിപ്പ് വെച്ച് കഴിഞ്ഞു. ലോകത്തിലെ സകല രാജ്യങ്ങളിലും പട്ടാളക്കാർ വെച്ച് കഴിഞ്ഞു. ഇന്ത്യയിൽ മൃഗങ്ങളിൽ വെച്ച് കഴിഞ്ഞു. ലോകത്തിൽ എവിടെ നോക്കിയാൽ ജപ്പാനിലൊക്കെ എത്രയോ ആൾക്കാർ വെച്ച് കഴിഞ്ഞു. ജർമ്മനിയിൽ നല്ലൊരു ശതമാനം ചിപ്പ് വെച്ച് കഴിഞ്ഞു. അത് നല്ല പരിപാടിയാ. ATM കാർഡ് കളവ് പോയാലും അല്ലേ, ഇത് കൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ മതി. എന്തേ മിണ്ടാതിരിക്കുന്നത്? നമ്മളിപ്പോ ഈ ലുലു മാളിലും എന്ത് മാളാ എല്ലാം അറിയാം. ഈ ഫോറം മാളിലേക്ക് നമ്മളൊക്കെ ചെല്ലുമ്പോൾ തന്നെ ഡോർ ഇങ്ങനെ ഓപ്പൺ ആവാറുണ്ടോ നിങ്ങൾ? അവിടെ പോയിട്ട് മറ്റേ പണ്ട് ഈ കള്ളന്മാർ പറയും തുറക്കസീസ് എന്ന് പറഞ്ഞ പോലെ മന്ത്രമൊന്നും ചെല്ലേണ്ട ആവശ്യമില്ല അല്ലേ. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അത് തുറന്നു കിട്ടുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങൾ ഈ ഭൂമിയിൽ ഇനി സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾ വാച്ച് ചെയ്യണം. ഇതൊക്കെ നമുക്ക് വരാനിരിക്കുന്ന ഈ ചിപ്പിന് മുന്നോടിയായി കഴിച്ചിരിക്കുക. ഇത് അവന് കയ്യിലോ നെറ്റിയിൽ വെച്ചാൽ അവൻ എവിടെയൊക്കെ പോയാലും അതൊക്കെ ഓപ്പൺ ആയിട്ട് കിട്ടും. കടയിൽ പോയി സാധനം പിറക്കിയിട്ട് അവിടെ പോയി ചുമ്മാ ഇങ്ങനെ നിന്ന് കൊടുത്താൽ മതി. അവൻ അപ്പം തന്നെ പുറത്തേക്ക് പോകാം. കാരണം അവന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി കഴിഞ്ഞിരിക്കും. അത്രയും മനോഹരമായ ഒരു രാജ്യം വരാൻ പോകുകയാണ് ഭൂമിക്കകത്ത്. നല്ലതല്ലേ?
നല്ലതാ. എനിക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് കാണുന്ന ഓരോന്നും നമ്മൾ അറിയണം. മനോഹരമായി തോന്നുമൊക്കെ, പക്ഷേ ഇതിനൊക്കെ പിന്നിൽ ഒരു വലിയ ചതി വരാൻ പോവുകയാണ്. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ കർത്താവിന്റെ വരവിൽ അവന്റെ പുത്രത്വം ലഭിക്കത്തുള്ളൂ. അതല്ല മടയന്മാരെ പോലെ എന്ത് കണ്ടാലും ആ കർത്താവ് തന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയാലുണ്ടല്ലോ, ഓക്കെ എന്ത് പാവട്ടെ, ഞാൻ വിടുകയാണ്. അപ്പൊ ഇതുപോലെ ഈ ലോകത്തിലെ ഇപ്പൊ അറിയാം, ടെക്നോളജി എനിക്ക് അറിയാം. ശാസ്ത്രം വളർന്ന് അങ്ങ് ലോകത്തിലെ വാണുകൊണ്ടിരിക്കുക. ആ ടെക്നോളജിയൊക്കെ വന്നത് ഈ ചെറിയ ചിപ്പിൽ വന്ന് അവസാനിച്ചിരിക്കുക. ലോകത്തിൽ മുഴുവൻ കണ്ടുപിടിച്ചിരിക്കുക. ഓക്കെ, ഞാൻ വിടുകയാണ്. 666 ആഗോളമായി ഈ ഒരുവൻ ഭൂമിയെ ഭരിക്കണമെങ്കിൽ അവന് ഇപ്പോൾ ഞാൻ പറയാം, പണ്ടൊക്കെ ഈ വില്ലേജ് ഓഫീസിലും കളക്ടറേറ്റിലൊക്കെ പോയാൽ ഫയലുകൾ കെട്ടിവെച്ചിരിക്കുക. അതിൽ നിന്ന് നമ്മുടെ ഫയൽ കണ്ടുപിടിക്കണമെങ്കിൽ പണ്ട് ഞാനൊക്കെ ഓർമ്മയ്ക്കുണ്ട്, പണ്ടൊക്കെ ഓർക്കുന്നുണ്ട്, അവിടുത്തെ പ്യൂണിനെ കൊണ്ട് 100-200 കൊടുത്തുകൊണ്ട് അയാളെ കൊണ്ട് എത്രയോ ദിവസങ്ങൾ തപ്പിട്ടൊക്കെ പണ്ട് പ്ലാനൊക്കെ വരച്ചു കൊടുക്കുന്ന സമയത്ത് ഫയലൊക്കെ എടുപ്പിക്കുന്നത്. ഇന്ന് അതൊന്നുമല്ല, മുഴുവനും കമ്പ്യൂട്ടർ വൽക്കരിച്ച് കഴിഞ്ഞിരിക്കുക. എല്ലാം ഒരു സെക്കൻഡ് കുത്തിയാൽ അപ്പം തന്നെ മൗനമായിട്ടിരിക്കുന്നത് എന്ത് പറ്റില്ല, ഒരു പെട്ടെന്ന് എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുക. എല്ലാം എല്ലാം കമ്പ്യൂട്ടർ വൽക്കരിച്ചിരിക്കുക, ഇല്ലേ? ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു വരികയാണ്. 7 വർഷത്തെക്കുറിച്ച് അല്പം അറിഞ്ഞേ മതിയാകും നമുക്ക്. ലോകത്തിലെ മുഴുവനും കമ്പ്യൂട്ടർ വൽക്കരിച്ചിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നൊക്കെ നമ്മൾ നാട്ടുഭാഷ പറയാറില്ലേ? ഒരു ചെറിയ ഉപ്പ് മുതൽ വാങ്ങണമെങ്കിൽ അത് മുതലും ഈ ബാർകോഡിലാണ് നിൽക്കുന്നത്. കടയിൽ കയറി ഒരു സാധനം എടുത്ത് ഇങ്ങനെ ഒരു വിഷയത്തിന് മുമ്പ് എടുത്ത് ഇങ്ങനെ കാണിക്കും, അതൊക്കെ എടുത്തിട്ട് പോരാം നമുക്കല്ലേ. ആ ബാർകോഡ് ഉണ്ട് അവിടെ, ഇല്ലേ? അവിടെ വെക്കിയ ബാർകോഡാ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ത് മേടിച്ചാലും ബാർകോഡുകളിലാണ്. കാരണം കമ്പ്യൂട്ടറിന് ഡിനിൽ കുമാർ എന്നുള്ള പേര് കമ്പ്യൂട്ടർ വായിക്കത്തില്ല, ഇല്ലേ? ബാബു VB എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ പറയും ആ വായ്പോൾ ശരിക്കും. പക്ഷേ ഈ ബാബു ചേട്ടന് അല്ലെങ്കിൽ ഡിനിൽ കുമാറിന് ഒരു സംഖ്യ കൊടുത്താലുണ്ടല്ലോ, കമ്പ്യൂട്ടർ പടേന്ന് വായിച്ചു കൊടുക്കുന്നത്, പെട്ടെന്ന് വായിക്കും. അതുകൊണ്ട് സകല മനുഷ്യരും ഇന്ന് നമ്മുടെയൊക്കെ വിചാരം എനിക്ക് ഡിനിൽ കുമാർ എന്നുള്ള പേരാ ഗവൺമെന്റ് കിടക്കുന്നത്. അല്ല, എനിക്ക് സംഖ്യ കിടക്കുന്നത്. നിങ്ങളുടെ ആധാർ കാർഡിൽ 12 ഡിജിറ്റാണ് കിടക്കുന്നത്. എന്ത് മനസ്സിലാകാത്തത് പോലെ. പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടുഭാഷ പറഞ്ഞ ഞങ്ങളൊക്കെ ഹിന്ദുക്കളായിരുന്നപ്പോൾ 28 കെട്ടി പേരിട്ടതാ. ഇന്ന് ഗവൺമെന്റ് ആ പേരൊക്കെ വെട്ടി മാറ്റിയിട്ട് ഇന്ന് സംഖ്യ തന്നിരിക്കുക. ആധാർ കാർഡ് എനിക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ പ്രതികരിക്കുന്നില്ല, എന്ത് പറ്റും എനിക്കറിയത്തില്ല. ഓക്കെ, എന്തുമാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, ലോകത്തിൽ നമ്മുടെ പേരുകൾ വായിക്കാൻ കമ്പ്യൂട്ടറിന് കഴിയത്തില്ല. എതിർ ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ അന്തിക്രിസ്തുവിന്റെ വാഴ്ചയ്ക്ക് അവൻ നമ്മുടെ പേരുകൾ വായിക്കാൻ കഴിയാത്തതുകൊണ്ട് ലോകത്തിൽ 800 കോടി ജനത്തിന്റെ ഈ പേരുകൾ മാറ്റി ഇപ്പോൾ സംഖ്യകൾ അറിയപ്പെടുക. നമ്മളെല്ലാവരും 12 ഡിജിറ്റുള്ള സംഖ്യകളാ എൻ്റെയും നിങ്ങളുടെയും പേരുകൾ. ഇനി നിങ്ങളെയൊക്കെ ഞാൻ 636, 452 വിളിക്കത്തുള്ളൂ കേട്ടോ. ജയിൽ പുള്ളികളെ പോലെ. എന്തോ നോക്കട്ടെ, ഞാൻ മുന്നോട്ട് കടന്നു പോകാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ, ലോകം മുഴുവൻ കമ്പ്യൂട്ടർ വൽക്കരിക്കണമെങ്കിൽ, കമ്പ്യൂട്ടറിനെ റീഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണമെന്നറിയാമോ? സംഖ്യ വേണം. അതുകൊണ്ട് എല്ലാം സംഖ്യകൾ. ഒരു ഉപ്പിന്റെ പാക്കറ്റ് മേടിച്ചാൽ അതിന് ഉപ്പെന്ന് പറഞ്ഞാലും വായിക്കാൻ കഴിയും, കമ്പ്യൂട്ടർ വായിക്കത്തില്ല, അല്ലേ? അതിന് ഉപ്പിന് സംഖ്യ കൊടുക്കുക. എന്തിനും നമ്മുടെ പേരിന് പോലും സംഖ്യ കൊടുത്തുകൊണ്ട് നമ്മളെല്ലാം കമ്പ്യൂട്ടർ വൽക്കരിക്കാൻ വേണ്ടി ലോകം ഒരു പരിപാടി ഒരുക്കിക്കുക. എൻ്റെ പേരാ കമ്പ്യൂട്ടർ, അല്ലേ? കമ്പ്യൂട്ടറിന്റെ സാധനം അല്ലെങ്കിൽ നമ്മുടെ സകലം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ആധാർ കാർഡ് വഴിയൊക്കെ ലോകത്ത് എല്ലാവർക്കും വഴി. നമ്മൾ ഇന്ത്യയിൽ ആധാർ കാർഡാണ്, അമേരിക്കയിൽ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ അമേരിക്കയെ കുറിച്ച് പറയുന്നത്. അതുപോലെ ചൈനയിലൊക്കെ വേറെ പേരാ. ഞാൻ അതിൻ്റെയൊക്കെ ലിറ്റീസിൻ്റെ വേറെ കാണും. ഒരുപാട് എല്ലായിടത്തും ഇതുപോലെ മനുഷ്യരെല്ലാം സംഖ്യയിൽ അറിയപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതെല്ലാം ഒരുവന്റെ കരങ്ങളിലേക്ക് വരാൻ പോവുകയും ലോകം ഒരുവന്റെ കരങ്ങളിലേക്ക് വന്ന് ചേർന്ന് കഴിഞ്ഞു. ഇനി ആകെ ഉള്ളത് അവന്റെ വിശുദ്ധ മണവാട്ടി ഒരുങ്ങിയിട്ടില്ല ഇന്നും, അത് മാത്രമേ ഉള്ളൂ. എനിക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈ പേപ്പർ എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ബുക്കാന്ന് പറയാം. 1800 എഴുതപ്പെട്ടൊരു പുസ്തകമാണ്. എനിക്ക് നമ്മുടെ ആത്മീയ പിതാവ് മരിച്ചുപോയി, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ച ഒരു പേപ്പറാണ് അത്. പേപ്പർ എത്രയോ വർഷങ്ങൾ, നീണ്ട വർഷങ്ങളുടെ ബുക്കാണ്. അപ്പോൾ അന്നും ഏത് തലമുറയിലും വിശുദ്ധന്മാരുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് പാട്ടും പാടി ദൈവത്തെ സ്തുതിച്ചാൽ കിട്ടും, ആരാധിക്കുമ്പോ വിടുതൽ, അല്ലേ? നമ്മളിങ്ങനെ ആരാധിച്ചും ഇതിലൊക്കെ പോവുകയാണ്. നമ്മൾ ഇതിന്റെ മറവിൽ എന്തൊക്കെ സംഭവിക്കുന്നു നമ്മൾ പോലും അറിയുന്നില്ല. ഓക്കെ, ഈ
ബാർകോഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പേപ്പർ കാണണമെങ്കിൽ ബാർകോഡ് നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ ബുക്കിന്റെ പുറകിലൊക്കെ നോക്കിയാൽ മതി, ബാർകോഡ് കാണാൻ കഴിയും. ബൈബിളിന്റെ പുറകിലും ബാർകോഡ് ഉണ്ട്, പേടിക്കൊന്നും വേണ്ട, അല്ലേ? ഓക്കെ, ആ ബാർകോഡിന് ഒരു സംഖ്യയ്ക്ക് വിലയുണ്ട്. ഓരോ 2 വര, 2 തടിച്ച വര, ഒരു തടിച്ചതും ഒരു കുഞ്ഞു വര, പല വ്യത്യസ്തമായ വരകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. ഓക്കെ, കണ്ടല്ലോ, എല്ലായിടത്തും ഉണ്ട്, എവിടെയൊക്കെ എല്ലാം ഉണ്ട്. നമുക്ക് അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകാം. ഞാനിപ്പോൾ ഇത്തിരി സമയമെടുത്ത് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, കാരണം ഇത് നിന്ന് എടുക്കാൻ സമയമുണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല. ഇത് കേൾക്കുന്നവർക്കായി സ്തോത്രം, അല്ലാത്തവർക്കായി സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അല്ലാതെ വേറെ എന്ത് പറയാം, നമുക്കൊന്നും പറയാനായിട്ടില്ല അത്. ഓക്കെ, എന്തുമാകട്ടെ, ഇതുപോലെ പൂജ്യത്തിന് 3 വരകളുണ്ട്, 3 സെറ്റുകളുണ്ട്. 1 2 സെറ്റ്, 2 2 സെറ്റ്. അപ്പൊ എല്ലാത്തിനും ഒരു തടിച്ച വരയും ഒരു ചെറിയ വരകളും, അല്ലെങ്കിൽ 2 തടിച്ച വരകളൊക്കെ ആയിട്ട് ഓരോ സംഖ്യകൾ ഒരു വരകൾ കൊടുത്തിട്ടുണ്ട്. ഈ വരകൾക്കൊക്കെ ഒരു വാല്യൂ ഉണ്ട്, ഒരു വില കൊടുത്തിട്ടുണ്ട് ആ സംഖ്യകൾക്ക്, ആണല്ലോ. എന്നിട്ട് നമുക്ക് കാണാൻ കഴിയും, ഒരു വില കൊടുക്കും. അങ്ങനെയാണ് ബാർകോഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ വീട്ടിൽ പോയി പരിശോധിച്ചാൽ, നിങ്ങൾ വീട്ടിൽ ഏതെങ്കിലും നിങ്ങളുടെ എന്താ പറയുക, മുളക് പൊടി മേടിച്ചതോ മല്ലിപ്പൊടി മേടിച്ചോ ഏതെങ്കിലും ഒരു കവർ എടുത്ത് നിങ്ങൾ പരിശോധിച്ചാൽ അതിൽ ബാർകോഡുകൾ കാണാൻ കഴിയും. കാരണം ഞാൻ വീണ്ടും പറയുന്നു, മുളക് പൊടിയോ മല്ലപ്പൊടിയോ എന്ന് പറഞ്ഞ് എഴുതി കമ്പ്യൂട്ടർ കാണിച്ച് കമ്പ്യൂട്ടർ വായിക്കത്തില്ല. അവർക്ക് ബാർകോഡ് മാത്രമേ വായിക്കുവാനായിട്ട് കമ്പ്യൂട്ടർ അറിയത്തുള്ളൂ. എൻ്റെ പേര് പോലും ഡിനിൽ കുമാർ എന്ന് എഴുതിയാൽ വായിക്കില്ല. എൻ്റെ പേര് ആധാർ കാർഡിലെ 12 ഡിജിറ്റുള്ള വരകൾ, അക്കങ്ങൾ കണ്ടാലേ ബാർകോഡ് വായിക്കാൻ നമ്മുടെ ഈ കമ്പ്യൂട്ടറിന് കഴിയത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഒരു കവർ എടുത്ത് നോക്കിയാൽ ആ കവറിൽ ബാർകോഡ് കാണാൻ കഴിയും. ആ ബാർകോഡിന്റെ ആദ്യത്തെ 2 ലൈൻ താന്നിരിക്കും. ഇവിടെ കാണാൻ കണ്ടോ, അല്ലേ? ആദ്യത്തെ 2 ലൈൻ താന്നിരിക്കും, നടുക്കൊരു 2 ലൈൻ ഉണ്ട്, അത് താന്നിരിക്കും, ലാസ്റ്റ് ഒരു 2 ലൈൻ ഉണ്ട്, അത് താന്നിരിക്കും. കാണണോ നിങ്ങൾ? വീട്ടിൽ പോയി പരിശോധിച്ചാൽ മതി. എൻ്റെ ലാപ്ടോപ്പിൽ മാത്രമുള്ള അല്ല, നിങ്ങളുടെ എല്ലാ വീട്ടിൽ പോയാൽ നിങ്ങൾക്ക് ഇതന്നെ കാണാൻ കഴിയും. നിങ്ങളുടെ മുളക് പൊടി പാക്കറ്റിലും മഞ്ഞപ്പൊടി പാക്കറ്റിലൊക്കെ ഇതേ കാണാൻ കഴിയും. ആദ്യത്തെ 2 ലൈൻ താന്നിരിക്കും, രണ്ടാമത് നടുക്ക് 2 ലൈൻ താന്നിരിക്കും, ലാസ്റ്റ് 2 ലൈൻ താന്നിരിക്കും. ഓക്കെ, അതിൻ്റെ ഈ 2 ലൈൻ്റെ വാല്യൂ ഈ പുസ്തകത്തിന് താളിൽ നോക്കിയാൽ അത് 6 എന്നാണ് അത് കൊടുത്തിരിക്കുന്നത്. ഉണ്ടോ ഇല്ലയോ? ഇവിടെ വല്ലതും ഉണ്ടോ? നിങ്ങൾ ശരീരവും മനസ്സും ഉണ്ടോ? ശരീരമുണ്ടോ? ഓക്കെ ഓക്കെ. അപ്പോൾ ഈ വാല്യൂ 6 എന്തെടുത്താലും, ലോകത്തിലെ ഏത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എടുത്താലും അതിന്റെ വാല്യൂ 666. നിങ്ങൾ കണ്ടു കാണുമായിരിക്കും, അല്ലേ? ഈ സ്ക്വയർ ടൈപ്പ് സാധനം കണ്ടോ? സ്ക്വയർ കാണുന്ന സ്ക്വയർ, 3 മൂലക്ക് ഓരോ സ്ക്വയർ കട്ടകൾ കണ്ടോ? അതും സ്കാൻ അതിനുമുണ്ട്, അല്ലേ? ആ 3ന്റെ അതിന്റെ സ്ക്വയറിന്റെ വാല്യൂ 666 മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഞാൻ എന്തുമാക്കട്ടെ, വിടുകയാണ്. അപ്പോൾ ഈ കാണുന്ന ആ ചെറിയ ലിസ്റ്റ് ഉണ്ട്, അത് മങ്ങിക്കിടക്കുക. പിന്നീട് വായിക്കാം. എത്രയോ വർഷം 1800 എഴുതപ്പെട്ട പുസ്തകത്തിൽ ഞാൻ എടുത്ത് കോപ്പി എടുത്തത്. എന്തുമാകട്ടെ, ഞാൻ വിടുകയാണ്. ഈ ലോകം മുഴുവനും ഈ 7 വർഷ പീഡനകാലത്തിൽ എല്ലാവരും സംഖ്യകൾ അറിയപ്പെടാൻ വേണ്ടിയാണ് ഇന്ന് മുതലേ ഇതുപോലെ എല്ലാത്തിന്മേലും 6 എന്നുള്ള വന്നിരിക്കുന്നത്. ഇത്ര മനസ്സിലായോ? ഓക്കെ. അതുപോലെ മനുഷ്യന്റെ കരങ്ങളിലേക്കും ഈ ചിപ്പുകൾ, നേരത്തെ പറഞ്ഞില്ലേ ഇന്ന് നാനോ ടെക്നോളജി എന്ന്. ഞാൻ പറഞ്ഞു മനുഷ്യന്റെ സംഖ്യ ആധാർ കാർഡിൽ 12 ഡിജിറ്റുകളുണ്ട്, അക്കങ്ങളുണ്ട്. പിന്നീട് വന്നത് ATM കാർഡാണ്. ATM കാർഡിൽ ചെറിയ നാനോ ടെക്നോളജി എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും 1/4 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1/2 സെന്റിമീറ്ററോളം വലിപ്പമുള്ള ഒരു ചിപ്പാണ് അതിനകത്ത്. കാണും നിങ്ങൾ, അല്ലേ? ആ ചിപ്പ് ഇപ്പോൾ ATM കാർഡ് നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ലോകം നാനോ ടെക്നോളജി കണ്ടുപിടിച്ചിരിക്കുക. ഒരു നെൽമണിയുടെ അത്ര മാത്രം വലിപ്പമുള്ള ഒരു ചെറിയ ഈ ചിപ്പ് ചെറുതായി ഒരു നെൽമണി അത്ര മാത്രം വലിപ്പമുള്ളതായി തീർന്നിരിക്കുകയാണ്. ലോകം മുഴുവൻ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുക. ഇനി ഉണ്ടാക്കാനൊന്നുമില്ല, എല്ലാം കഴിഞ്ഞു. ഹല്ലേലൂയ. ഇനി അത് ഈ കാണുന്ന വലിപ്പമേ ഉള്ളൂ. ഈ കാണുന്ന ചിത്രം പിടിച്ചിരിക്കുന്ന വലിപ്പം ഒരു നെൽമണിയുടെ അത്ര മാത്രം വലിപ്പമേ ഉള്ളൂ ആ സാധനത്തിന്. അതിനകത്ത് ഇപ്പോൾ ATM കാർഡില്ലേ, അതിലെ ചിപ്പ് ഇങ്ങനെ കുത്തുമ്പോൾ പൈസ വരുന്നു. ആ ATM കാർഡ് കൊണ്ട് കടയിൽ കൊടുത്ത് എത്ര ലക്ഷങ്ങൾക്ക് സാധനം മേടിച്ചാലും പൈസ ബാങ്കിൽ നിന്ന് പോകും. അത്രമാത്രം കഴിവാച്ച് ആ ATM കാർഡ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ കഴിവുള്ള ഒരു ചെറിയൊരു നാനോ ടെക്നോളജിയാണ് നമ്മുടെ കരങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ലോകം ഒരുങ്ങി കഴിഞ്ഞു. ഇത് കാണാം, വചനം പറയുന്നു, നെറ്റിയിലോ നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, എന്നോട് നിങ്ങൾ സഹകരിക്കും. നിങ്ങൾ വചനം പറയും, നെറ്റിയിലോ
വലം കയ്യിൽ മേലോ ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെയും പറഞ്ഞതൊക്കെ സമയമുള്ളവരെ ഞാൻ നിങ്ങൾ പറഞ്ഞോളാം. അപ്പോൾ എല്ലാത്തിനും അപ്പോൾ ദൈവം ഈ ലാസ്റ്റ് മൊമെന്റിൽ ദൈവം ഇത് അനുവദിച്ചു കൊടുക്കുക. എല്ലാ മനുഷ്യന്റെയും നെറ്റിയിലും കയ്യിന്മേലൊക്കെ മുദ്രയേൽക്കാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 11 മുതൽ 18 വരെ പഠിക്കുമ്പോൾ നേരത്തെ വായിച്ചതുപോലെ നമ്മൾ കണ്ടതാണ്. അത് മനുഷ്യൻ കാണുകയെ താഴേക്ക് പറഞ്ഞു വന്നിട്ട് 16-ാം വാക്യം മുതൽ അത് ചെറിയവരും വലിയവരും സമ്പന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലൻ കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയായ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുവാനോ വിൽക്കുവാനോ ചെയ്യാൻ വഹിയാതെ ആക്കുന്നു. കാരണം ഇനി ഇപ്പൊ ആധാർ കാർഡ് ഇല്ലെങ്കിൽ നമുക്ക് അക്കൗണ്ട് തുടങ്ങാൻ കഴിയത്തില്ല. ശമ്പളം ഇപ്പൊ ഗവൺമെന്റ് ജോലിക്കാരൊക്കെ ഇല്ല. ഇപ്പോ ഗവൺമെന്റ് ജോലിക്കാരുടെ ശമ്പളമൊക്കെ ഇപ്പൊ ബാങ്കിലല്ലേ വരുന്നത്, എല്ലാവരുടെ ബാങ്കിലാണ് വരുന്നത് ഇല്ലേ? ബാങ്കിൽ ഇന്ന് ബാങ്ക് പുതുക്കി അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ ഇപ്പൊ എൻ്റെ അമ്മക്ക് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, അമ്മയുടെ പഴയ അക്കൗണ്ടാ. അമ്മക്ക് ഇപ്പൊ പൈസ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോഴാ പോയി അമ്മ പറഞ്ഞു, ആ പൈസ ഒക്കെ പോയിടാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. ഞാൻ പറഞ്ഞു കിട്ടും, അത് ബാങ്കിലിട്ട പൈസ നമുക്ക് കിട്ടണ്ടേ. ബാങ്കിൽ പോയി അന്വേഷിച്ച് പറയുക അത് പുതുക്കേണ്ട സമയം കഴിഞ്ഞു, അതിന് ആധാർ കാർഡ് വേണം, അതിന് പാൻ കാർഡ് ലിങ്ക് ചെയ്യണം. എന്തൊക്കെയാണെന്നറിയാമോ? ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ പൈസ തിരിച്ചു കിട്ടണമെങ്കിൽ എന്ത് ആയേ മതിയാകൂ. ഓക്കെ, എന്തുവാകട്ടെ. അപ്പോൾ വിൽക്കുവാനോ വാങ്ങുവാനൊക്കെ ഇത് ആവശ്യമാണ്. നേരത്തെ വായിച്ച സെയിം വാക്യം തന്നെ. ഈ 666 മനുഷ്യന്റെ സംഖ്യയായ ഈ 666 അല്ലെങ്കിൽ 666 18 ഡിജിറ്റുകൾ 18 വരകളുള്ള അക്കങ്ങളൊക്കെ ലോകത്തിൽ വ്യാപകമായി വരാൻ പോകുകയാണ്. ഇപ്പോൾ 12 വരകളുള്ള അക്കങ്ങളുള്ള ആധാർ കാർഡ് വന്നു കഴിഞ്ഞു. പിന്നീട് 16 വരകളുള്ള അക്കങ്ങളുള്ള ATM കാർഡ്, ചിപ്പുള്ള ATM കാർഡ് നമ്മുടെ പോക്കറ്റിലുണ്ട്. ഇനി മൂന്നാമത് വരാൻ പോകുന്നത് മറ്റൊന്നുമല്ല, നിമിഷങ്ങൾ മാത്രം ബാക്കിയുണ്ട്. അത് ഓരോ മനുഷ്യന്റെ കൈമേലും നെറ്റിമേലും വരാൻ പോകുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന് 20-ാം വാക്യം. ഞാൻ വായിക്കാം. മൃഗത്തെയും അതിന്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്രയേൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധം കത്തുന്ന തീപ്പൊയ്യിൽ ജീവനോടെ ഇട്ടുകളയും. നിനക്കറിയാമോ, ഇത് 2 മനുഷ്യന്മാരാ. ഈ കാണുന്ന മത നേതാവെന്ന് പറയുന്ന ഒരു മൃഗം, അതെവിടെ നിന്നാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 7 മലകളുടെ മുകളിൽ ഇരിക്കുന്ന നമുക്കറിയാം, വത്തിക്കാനെന്ന് നമുക്കറിയാം. 10 രാജ്യങ്ങളിടയിൽ നിന്ന് പൊങ്ങി വരുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു മനുഷ്യൻ, അന്തിക്രിസ്തു അല്ലെങ്കിൽ എതിർ ക്രിസ്തു അല്ലേ? ഇവർ രണ്ടും ചേർന്ന് ഭരിച്ച് ലാസ്റ്റ് മൊമെന്റിൽ 7 വർഷ പീഡനകാലം കഴിയുമ്പോൾ കർത്താവ് തന്റെ വിശുദ്ധന്മാരുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആദ്യം കർത്താവ് നരകത്തിലേക്ക് തള്ളിയിടുന്നത് പിശാചിനെ അല്ല. എനിക്കറിയാമോ? മത്തായി സുവിശേഷ ഭാഗം 25-ാം അധ്യായം 41-ാം വാക്യം പറയുന്നു, പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നരകം. അപ്പോൾ നരകം ആർക്ക് വേണ്ടി ഒരുക്കിയത്? പിശാചിനും അവന്റെ ദൂതന്മാർക്ക് വേണ്ടി. പക്ഷേ ആദ്യം ആ നരകത്തിലേക്ക് പോകുന്നത് വേറെ ആരുമല്ല, പിശാചല്ല പോകുന്നത്. ആദ്യം പോകുന്നത് കള്ളപ്രവാചകനും എതിർ ക്രിസ്തുവാണ്. എനിക്ക് പറയാൻ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, വിടുകയാണ്. മൃഗത്തെയും അതിനു മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്രയേൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകൻ അല്ലേ? 2 മനുഷ്യരാ ആണോ? 2 മനുഷ്യരെ പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധം കത്തുന്ന തീപ്പൊയ്യിലേക്ക് ജീവനോടെ തള്ളിക്കളഞ്ഞു. ആദ്യമായി നരകത്തിലേക്ക് പോകാൻ പോകുന്നത് സാത്താനോ പഴയ പാമ്പായ സാത്താനൊന്നും അല്ല, ലൂസിഫർ ഒന്നും അല്ല പോകാൻ പോകുന്നത്. ആദ്യം പോകാൻ പോകുന്നത് ഈ 2 വ്യക്തികളാണ്. പറയാൻ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, എന്തുമാകട്ടെ, അതിനെക്കുറിച്ചൊക്കെ പഠിക്കണമെങ്കിൽ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 18-ാം അധ്യായമൊക്കെ പഠിക്കണം. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഞാൻ വിടുകയാണ്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന് 11-ാം വാക്യം പറയുന്നു, അവരുടെ ദണ്ഡനത്തിന്റെ പുക എന്നേക്കും മൃഗത്തെയും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവർക്കും അതിന്റെ പേരിന്റെ മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും സ്വസ്ഥതയുണ്ടാകുകയില്ല. ഒന്നുകൂടെ ആവർത്തിക്കാം. മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും. ആരാ നമസ്കരിക്കുന്നത്? ജനങ്ങൾ, 800 കോടി ജനങ്ങൾ അല്ലേ? അതിന്റെ പേരിന്റെ മുദ്ര ഏൽക്കുന്ന, ആ 666 ചിപ്പേൽക്കുന്ന
ഏവനും രാവും പകലും സ്വസ്ഥതയുണ്ടാകുകയില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങൾ അറിയണം, ഒരു വാക്ക് ജസ്റ്റ് നിന്നിട്ട് പോകാം നമുക്കിവിടെ. ഞാൻ പറയുന്നു, ഏറ്റവും സൂപ്പർ സാധനമാണ് ഈ സാധനം. ഈ കയ്യിലോ ഇവിടെ വെച്ചാൽ ഒരു ATM കാർഡും വേണ്ട, ഒരു പൈസയും കയ്യിൽ കൊണ്ടടക്കണ്ട, ഒന്നും വേണ്ട. മാളിൽ കയറുക, ഇഷ്ടമുള്ള സാധനം പോയിട്ട് ബാഗിലേക്ക് ഇടുക, അതാന്ന് ബില്ലടിക്കുക, നമ്മുടെ നെറ്റ് കാണിക്കുക, അല്ലെങ്കിൽ കൈ കാണിച്ചാൽ മതി. നമുക്ക് ഓട്ടോമാറ്റിക് കയ്യിൽ നിന്ന് പൈസ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അവരുടെ അക്കൗണ്ടിലേക്ക് പോകും. നമുക്ക് ഇറങ്ങിപ്പോകാം. എവിടെയൊക്കെ പോയാൽ നമുക്ക് ജസ്റ്റ് നിന്ന് കൊടുത്താൽ മതി. നമ്മുടെ എന്താ പറയുക, ഈ ഒരു ജാതകം നോക്കേണ്ട ആവശ്യമില്ല. അത്രയും വലിയ കാര്യമാണ്. ജനങ്ങൾക്ക് നല്ലതല്ലേ? എത്രയോ രാജ്യങ്ങളിൽ എത്രയോ ആൾക്കാർ ഇത് എടുത്തു വെച്ചിരിക്കുന്നത്. അത്രയും സുന്ദരമായ ലോകമാണ് വരാൻ പോകുന്നത്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഓക്കെ. അത്രയും ജർമ്മനിയിലേക്ക് നല്ലൊരു ശതമാനം ആൾക്കാർ എടുത്തു കഴിഞ്ഞിരിക്കുക. എന്തുമാകട്ടെ, ഇവിടെ പറയുന്നു, എടുത്തവന് രാവും പകലും സ്വസ്ഥതയുണ്ടാകത്തില്ല. അപ്പോൾ ഇത് സ്വസ്ഥത കിട്ടാത്ത വേറൊരു ഗ്രൂപ്പ് ഇവിടെയുണ്ട്. ആ പീഡനകാലത്തിൽ വേറൊരു ഗ്രൂപ്പുണ്ട്. അവർക്കറിയാം ഇതെടുത്ത് കൈപോയി, ഇനി സ്വസ്ഥതയില്ല. എന്തുകൊണ്ടാ? എടുത്തത് കൊണ്ട് സ്വസ്ഥത പോയി. ജാതികൾക്കല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല. അവർക്ക് അനുഗ്രഹമാ. ബസ്സിൽ കയറി ഇങ്ങനെ കാണിച്ചാൽ മതി, ഇല്ലെങ്കിൽ കാണിച്ചാൽ മതി, അവർ ഓട്ടോമാറ്റിക്കായി സംഭവിക്കുക. നല്ല കാലം വരാൻ പോകുന്നു അല്ലേ? പക്ഷേ ഇത് എടുത്താൽ രാവും പകലും സ്വസ്ഥതയില്ലാത്ത ജനം വരാൻ പോകുന്നുണ്ട്. അത് വേറെ ആരുമല്ല, ഇവിടുന്ന് കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയവരുണ്ട്. അവർ ഒരുപക്ഷെ ഗവൺമെന്റ് ജോലിക്കാരനാവാം. മാസം മാസം ശമ്പളം അക്കൗണ്ടിൽ വരുന്നുണ്ട്, എടുക്കാൻ പറ്റുന്നില്ല. എടുക്കണമെങ്കിൽ ഈ സാധനം കുത്തിക്കയറ്റണം. മനസ്സിലാവുന്നുണ്ടോ? വീട്ടിൽ കുഞ്ഞുങ്ങൾ കരച്ചില, ഭക്ഷണത്തിന് വേണ്ടി ഇരക്കുകയാ. ഭാര്യയാണെങ്കിൽ മനുഷ്യ ഇയ്യോബിനോട് പറഞ്ഞതുപോലെ ഇതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പോയി ഒരു അരി മേടിക്കാൻ പറയും. നിങ്ങൾ പോയി ആദ്യം പോയി ഇതെടുത്തോണ്ട് വാ, എടുത്തിട്ട് ഒരു അരി മേടിച്ച് പിള്ളേർക്ക് കൊടുക്കാൻ പറയും. ഞാൻ ഈ പറഞ്ഞതൊക്കെ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ഇതൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാ. ഹല്ലേലൂയ. ഇതെടുത്താൽ അവനറിയാം, ഇത് കാലം കയറ്റിയാൽ അവനറിയാം, നരകമല്ലാതെ മറ്റൊന്നുമില്ല. കാരണം ഈ ശരീരം കർത്താവ് വിലക്ക് വാങ്ങിയിരിക്കുക. അവന്റെ ആത്മാവിനാൽ ഒരു മുദ്രയിട്ടിരിക്കുക. ഇനി മറ്റൊരുവന്റെ മുദ്രയെ ഏൽക്കുവാൻ ഇതിന്മേൽ അവകാശമില്ല. ഇതാ എതിർ ക്രിസ്തുവിന്റെ മുദ്രയല്ലേ? അതിലെ സ്പെയിനിന്റെ മുദ്ര ഏൽക്കുന്ന ഏവനും മുദ്രയാണത്. ഒന്നില്ലെങ്കിൽ കർത്താവിന്റെ മുദ്രയിട്ട് സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ മറ്റവന്റെ മുദ്രയേറ്റാൽ ഞാൻ അവനടിമയാണ്. എന്തേ മിണ്ടാതിരിക്കുന്നത്? മനസ്സാവുന്നുണ്ടോ? ക്ലിയർ ആണോ? അതുകൊണ്ട് സ്വസ്ഥതയില്ലാത്തൊരു കൂട്ടമുണ്ട്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞു, വെളിപ്പാട് 19:20 പറഞ്ഞു, മനുഷ്യനെ ചതിച്ച മുദ്ര ഏൽപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെയാ ഈ വാക്യങ്ങൾ കണ്ടതുകൊണ്ട് ഞങ്ങൾ അല്പം എത്രയോ വർഷങ്ങൾ ഭയപ്പെട്ടു. ഞങ്ങൾ ഭയം വെച്ചാൽ പേടിച്ച് പറച്ച കാര്യമല്ല പറയുന്നത്. എടുത്തില്ലെങ്കിൽ, എടുത്തു പോയാൽ രക്ഷ നഷ്ടമാകുമോ? മനസ്സിലാവുന്നുണ്ടോ? ബിസിനസ്സൊക്കെ പിന്നെ ഉണ്ടാക്കാം, പോയാൽ ഇത്രയേ പോകുള്ളൂ നമുക്ക്. പക്ഷേ നിത്യരക്ഷ പോയാലുണ്ടല്ലോ, ഈ ആയുസ് മുഴുവനും കർത്താവിന് വേണ്ടി ഇറങ്ങി നല്ല യൗവനകാലം മുഴുവനും കർത്താവിനോട് നടന്ന് ജീവിച്ചിട്ട് അതുമില്ല ഇതുമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ആയിരുന്നു ഞങ്ങളുടെയൊക്കെ ജീവിതം മുന്നോട്ട് ഓടിക്കൊണ്ടത്. എത്രയോ വർഷങ്ങൾ ജോലി പോലും ഇല്ലാതെ ജീവിച്ച കാലഘട്ടങ്ങൾ. പലപ്പോഴും ഒരു ബിരിയാണി കഴിക്കാനൊക്കെ മോഹം ഉണ്ടെങ്കിൽ പോലും കഴിക്കാതിരുന്ന എത്രയോ നാളുകളൊക്കെ ഉണ്ട്. ഇന്ന് വലിച്ചേരി കഴിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഇന്നും കഴിച്ചതേ ഉള്ളത്. ഓക്കെ, എന്തോ അവിടെ കർത്താവിന് സ്തോത്രം. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ. ഈ കൊറോണയെ കുറിച്ച് പഠിച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് എന്തിലേക്ക് പോകുന്ന അറിയാൻ വേണ്ടിയാ. കൊറോണയുടെ സംഖ്യ എത്ര, കൊറോണയുടെ അക്കങ്ങൾ എത്ര എന്നറിയാം? എത്ര അക്ഷരങ്ങളാണ് കൊറോണയ്ക്ക് വന്നിരിക്കുന്നത്? ആർക്കൊക്കെ അതവിടെ കാണാൻ കഴിയും. കൊറോണ 6 അക്ഷരങ്ങൾ കൊണ്ട് ആ കൊറോണ വന്നത്. ഇനി കൊറോണയുടെ സിക്ക് ABCDEFGHIJK LMNOP എന്നൊക്കെ പറഞ്ഞ അക്ഷരങ്ങൾക്ക് ഏക്കൊരു 1 കൊടുത്താൽ, അല്ലേ? ഏക്ക് 1 കൊടുക്കാൻ വേണ്ടിയല്ല, ഏക്കൊരു 1 എന്ന് പറഞ്ഞ വില കൊടുത്ത് ബിക്ക് 2 വില കൊടുത്താൽ ആ സംഖ്യയുടെ എണ്ണം കൂട്ടിപ്പടിച്ചാൽ, അത് അതിനെക്കുറിച്ച് പിന്നീട് പഠിക്കാം നമുക്ക്. ഓക്കെ, കൂട്ടിപ്പടിച്ചാൽ നിങ്ങൾക്ക് വീട്ടിൽ പോയി കൂട്ടിയാൽ മതി. 66 നമുക്കൊരു അക്ഷരം, 2 അക്ഷരം കിട്ടും. 66 എന്ന് പറഞ്ഞ അക്ഷരം കിട്ടും നമുക്ക്, അല്ലേ? അവിടെയൊക്കെ പഠിച്ചാലും ഇതിന് പിന്നിൽ രഹസ്യങ്ങൾ മറിച്ച് നോക്കിയാൽ തിരിഞ്ഞും മറിഞ്ഞും ഒളിഞ്ഞും ഈ 666 രഹസ്യങ്ങൾ കാണാൻ കഴിയും നമുക്ക്. ഉണ്ടോ? അതോ ഇപ്പോഴേ പേടിയായോ? ഓക്കെ, അപ്പോൾ
ഈ കൊറോണയുടെ ഇത് രഹസ്യം പോലും നമുക്കറിയാൻ കഴിയും. ഇതെല്ലാം 666 ഇത് ഒരു അത് പിന്നീട് പഠിക്കാനെ കുറിച്ച് ഒരു വില കൊടുക്കുന്ന പരിപാടിയുണ്ട്, വാല്യൂ ഇടുന്ന പരിപാടിയുണ്ട് സംഖ്യകൾക്ക് എല്ലാത്തിലും. ഓക്കെ, എന്തുമാകട്ടെ, പണ്ട് കൊറോണ വന്ന സമയത്തൊക്കെ പേപ്പറിൽ വന്നതാണ്, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എനിക്ക് അറിയത്തില്ല. നമ്മുടെ ബിൽ ഗേറ്റ്സ് മൈക്രോസോഫ്റ്റിന്റെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ഒരു MD ഉള്ളൂ, ആ മൈക്രോസോഫ്റ്റിന്റെ MD ആയ ബിൽ ഗേറ്റ്സും അദ്ദേഹത്തെ വൈഫ് മിറിൻ അല്ലേ, ആ മിലൻജ എന്ന് പറയുന്നിരിക്കുന്ന ആ വ്യക്തികൾ അന്ന് ഗവൺമെന്റിനോട് ഒരു കാര്യം പറഞ്ഞു. പേപ്പർ വായിച്ചതാ അന്ന് ഞാനിവിടെ. അന്നൊക്കെ കടയിൽ പോകണമെങ്കിലും ഓഫീസിൽ പോകണമെങ്കിലും ചർച്ചിനകത്ത് കയറണമെങ്കിലും രാജീവ് പുറത്തൊക്കെ തോക്കും പിടിച്ചിരിക്കുന്ന പോലെ എന്ത് തെർമോ സ്കാനർ കൊണ്ടിരിക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരുമ്പോഴൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ നിന്ന് പുറത്തൊക്കെ ഉണ്ട് അല്ലേ, തെർമോ സ്കാനറൊക്കെ പിടിച്ച് എല്ലായിടത്തും അല്ലേ. ആ പണ്ടൊക്കെ ഞങ്ങൾ പിന്നെ ഇത്തിരി കയ്യിലേക്ക് ഒഴിച്ചു തരും. പണ്ടൊക്കെ ഞങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ തീർത്ഥം മേടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ കുടിച്ചിട്ടൊക്കെ ഇങ്ങനെ കാണിക്കുന്ന സൗകര്യം. രാജീവൊക്കെ എനിക്ക് ഒരുപാട് തീർത്ഥം നൽകിയിട്ടുണ്ട് ആദ്യകാലങ്ങളിലേക്ക്. എന്തുവാകട്ടെ, ഈ തെർമോ സ്കാനറൊക്കെ എല്ലായിടത്തുമായി, ലുലു മാളിൽ പോയാലും എവിടെ പോയാലും കടയിൽ പോയാലും സ്കൂളിൽ പോയാലും ഈ ചർച്ചിനകത്ത് കയറി ന്യൂ ലൈഫിൽ കയറണമെങ്കിൽ പോലും ആ തെർമോ സ്കാനറും ഈ തീർത്ഥവും മേടിക്കുന്ന ഗതികേടായിരുന്നു നമുക്ക്. ആണോ? അന്ന് മൈക്രോസോഫ്റ്റിന്റെ ചെയർമാൻ ബിൽ ഗേറ്റ്സ് മിലൻഡയും പറഞ്ഞ കാര്യമുണ്ട്, ഗവൺമെന്റിന് വിളിച്ചു പറഞ്ഞതാ, ഇതൊന്നും കൊണ്ട് കാര്യമില്ല, ഞങ്ങൾ ഒരു സാധനം തരാം, ആ സാധനം ഈ 800 കോടി ജനത്തിന്റെ അകത്തെ കുത്തിക്കയറ്റി വെച്ചാൽ ആരകത്ത് വൈറസ് ഉണ്ട് അല്ലെങ്കിൽ ആരകത്ത് കൊറോണ ഉണ്ടെന്ന് ഞങ്ങൾ വെളിപ്പെടുത്താമെന്ന് പറഞ്ഞു. പേപ്പർ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ സമയങ്ങളിൽ കൊറോണ വന്ന സമയം 2019 ആ സമയങ്ങളിലൊക്കെ നമുക്ക് പേപ്പറിൽ വായിക്കാൻ കഴിഞ്ഞതാ. ഞങ്ങളുടെ സാധനം, ചെറിയൊരു സാധനം, ഇത്രയുള്ള ചെറിയ സാധനം ഞാൻ ജനങ്ങളുടെ അകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുവന്റെ അകത്ത് എന്താ കൊറോണയുണ്ടോ ഇല്ലയോ എന്നൊക്കെ കറക്റ്റായിട്ട് അറിയാം. അല്ലാതെ നിങ്ങൾ ഈ തെർമോ സ്കാനറൊക്കെ വെച്ച് ഇങ്ങനെ അല്ലേ പരിശോധിക്കുന്ന പോലെയും തീർത്ഥം കൊടുത്താലൊന്നും പോണ കാര്യമൊന്നുമില്ല ഇതൊക്കെ. അതുകൊണ്ട് രാജ്യത്തെ മനോഹരമാക്കുവാൻ ഞങ്ങൾ ചെയ്യാമെന്ന് അന്ന് ഈ ബിൽ ഗേറ്റ്സ് പറഞ്ഞതായിട്ടൊക്കെ പേപ്പറിൽ ഞങ്ങൾക്ക് വായിക്കാൻ ഇടയായി. ഞാൻ അതിനെ കുറിച്ച് നോട്ട്സ് കടന്നുണ്ടായിരുന്നു, അതിൻ്റെ കട്ട് പീസ് എൻ്റെ ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയി. എന്തുമാകട്ടെ, ഇതെല്ലാം ഒരു വലിയ ലോകത്തിന്റെ അന്ത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആണോ? ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു കൊറോണയുടെ പുറകിൽ ഒരു അജണ്ട ഉണ്ടായിരുന്നു. കൊറോണ വന്നത് ദൈവം അനുവദിച്ചിട്ടാണ്. അതിന്റെ പിന്നിൽ നമ്മൾ പറയും വുഹാനിൽ നിന്ന് ചൈനക്കാരെ കണ്ട വെട്ടി നമുക്ക് എന്ത് ദേഷ്യമാണെന്ന്. ചൈനയുടെ ഒരു സാധനം മേടിക്കണമെന്ന് നമ്മൾ പറഞ്ഞേക്കണല്ലേ, ചൈനയുടെ മൊബൈൽ പോലും നമ്മൾ മേടിക്കില്ല അല്ലേ, എന്താ നമുക്ക് എന്ത് ദേഷ്യമാ. പക്ഷെ ചൈനക്കാരാണ് വുഹാനിൽ നിന്ന് കൊറോണ വന്നത്, അത് കാരണം ഞങ്ങളുടെ ആരോഗ്യം പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്തൊക്കെയാ. പക്ഷേ ഇതെല്ലാം പിന്നെ ദൈവമാണ്. കാരണം നമ്മുടെ 800 കോടി ജനത്തിന്റെ ഡാറ്റകൾ ഒരുവന്റെ കരങ്ങളിലേക്ക് വന്നു ചേരാൻ വേണ്ടി ദൈവം ചെയ്ത പരിപാടി ഇതൊക്കെ ആണല്ലോ. പണ്ട് പഠിച്ചിട്ടുണ്ട്. വെളിപ്പാട് 13-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ വെളിപ്പാട് 13:7 വിശുദ്ധന്മാരോട് സകല ഗോത്രത്തിന്മേലും വംശത്തിന്റെ മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? പെന്തക്കോസ്തുകാരെ ഒഴിവാക്കത്തില്ല അല്ലെ, ക്രിസ്ത്യാനിനെ ഒഴിവാക്കത്തില്ല അല്ലേ, എല്ലാ സകലത്തിന്റെ മേലും വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത്, അത് ഏത് വിശുദ്ധന്മാരാണെന്ന് പിന്നെ മേടിക്കാം, നമുക്ക് അവിടെ നിൽക്കട്ടെ, സമയോടെ എടുക്കാം. 13 അധ്യായത്തിൽ പറയുന്നുണ്ട് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് ജയിക്കും, അവൻ ജയിക്കും. അത് മറ്റാരുമല്ല, കൈവിടപ്പെട്ടു പോയ വിശുദ്ധന്മാരാ. അവരെയൊക്കെ രക്തസാക്ഷികളായ ഒരു കൂട്ടം വലിയ പുരുഷാരത്തെ പുറത്തോലയേന്തിയിരിക്കുന്നത് വെളിപ്പാട് 17-ാം അധ്യായത്തിൽ യോഹന്നാൻ കാണുന്ന കാര്യമാണ്. അതെന്തുമാകട്ടെ, ഞാൻ വിടുകയാണ്. അതിനുശേഷം എല്ലാത്തിനും മേലെ അധികാരം ലഭിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു ഏകലോകം, ഒരു രാഷ്ട്രീയ നേതാവ് ഭൂമിയെ ഭരിക്കാൻ വരുന്നു. ഒരു വൺ വേൾഡ് വരാൻ പോകുന്നു ഇല്ലേ? പണ്ടൊക്കെ ഒരു 2-ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോഴൊക്കെ ലോകരാജ്യങ്ങൾ ഒന്നായി. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെയൊക്കെ ചെറുപ്രായത്തിൽ ഞങ്ങൾ അന്ന് കണ്ട ആകെ 2 കാറുകളെ ഉണ്ടായിരുന്നുള്ളൂ കേരളത്തിൽ. 2 കാറുകൾ. എന്തൊക്കെയെന്നറിയാമോ? ഒന്ന് അംബാസിഡർ, 2 പ്രീമിയം പത്മിനി. അത് കൂടിയവർക്കേ ഉള്ളത്തുള്ളൂ. ഫിയറ്റ് ഉണ്ട്, അതൊക്കെ പിന്നീടാണ് വന്നത്. ഫിയറ്റൊക്കെ വന്നത് ആദ്യകാലങ്ങളിൽ വന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ഫിയറ്റ് പത്മിനി അല്ലേ, പ്രീമിയർ പത്മിനിയും അംബാസിഡറൊക്കെ ഉള്ളൂ അല്ലേ അന്ന്. ആ സമയത്തൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. എന്നാൽ ഇന്ന് നിങ്ങൾ നോക്ക്, തെരുവീതിയിലേക്ക് ഇറങ്ങി കണ്ണു തുറന്ന് നോക്ക്, ഓരോ രാജ്യങ്ങളുടെ കാറുകളാണ് ഓരോ ദിവസം പുതിയത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏതാണ്ട് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു പേര് പറഞ്ഞു, ഫെറാറിയുടെ ഒക്കെ തന്നെ ഒരു കമ്പനിയാണ്.
അവരുടെ കാറ് ഇവിടെ ഇന്ത്യയിൽ ഇറക്കാൻ വരുന്നു. കോടികളാ വില. കണ്ടപ്പോൾ തന്നെ നമുക്ക് ഒരു വല്ലാത്തൊരു ഷേപ്പ്, നല്ല രസമാണ് കാണാനായിട്ട്. ഒരു 2-3 ദിവസം മുമ്പ് പേപ്പറിൽ വന്ന കാര്യമാണ്. അത് ഇറങ്ങോ ഇല്ലയോ എന്ന് ചോദ്യം ചോദിച്ചുകൊണ്ട് ഇട്ടിരിക്കുന്നത്. അത്രയും അത് ഓടിക്കണമെങ്കിൽ നല്ല വഴി വേണം. ഓക്കെ, എന്തുമാകട്ടെ, ലോകരാജ്യങ്ങളിൽ കിടക്കുന്ന കാറുകൾ ഇന്ന് ഈ യൂറോപ്യൻ യൂണിയൻ അംഗത്വമുള്ള ഏത് രാജ്യങ്ങളിലും അവരുടെ അനുമതിയൊന്നും വേണ്ട. ഇപ്പൊ ഇന്ത്യയിൽ ഒരു ജപ്പാന്റെ കാറ് വിൽക്കണമെങ്കിൽ, ഒരു ജപ്പാന്റെ കാറ് വിൽക്കണമെങ്കിൽ ഇന്ത്യയുടെ അനുമതിയൊന്നും വേണ്ട. കാരണം എല്ലാ യൂറോപ്യൻ യൂണിയനിൽ അംഗത്വമുള്ളവരാ ഇവരെല്ലാവരും. പറയാൻ സാധിക്കുന്നുണ്ടോ? ഇന്ത്യയും അമേരിക്കയും ജപ്പാനും ജർമ്മനിയും ഒക്കെ ഈ യൂണിയൻ അംഗത്വമുള്ളവരാ. ഗ്ലോബലൈസേഷൻ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ലേ? ഒരു വാണിജ്യ കേന്ദ്രമായി മാറുകയാണ് ലോകം മുഴുവനും. ആണോ? മനസ്സിലായി നിങ്ങൾക്ക്? ഓക്കെ, ഇവിടെ റബ്ബറിന് വിലയിടിയും. എന്തുകൊണ്ടാണ് റബ്ബറിനൊക്കെ വിലയിടിഞ്ഞത്? അല്ലേ? ഒരു ഹല്ല് പറഞ്ഞു, ഒരു വട്ടം കൂടി. ഇവിടെ റബ്ബറിനൊക്കെ വിലയിടിഞ്ഞില്ലേ? എന്നിട്ട് എന്തെങ്കിലും കമ്പനിക്കാര്, ചെരുപ്പ് കമ്പനിക്കാര് വില നിർത്തിക്കളഞ്ഞു? ഒന്നുമില്ല. കാരണം ഇത് ലോകത്തിന്റെ, ഇവിടെ കിലോക്ക് 200 ആണെങ്കിൽ ചൈനയിലൊക്കെ വേണമെങ്കിൽ അവിടെ 100 രൂപക്കൊക്കെ റബ്ബർ കൃഷി വിൽക്കുക. ഒരു ഗ്ലോബലൈസേഷൻ, ഒരു രാജ്യം ഒരു വാണിജ്യ കേന്ദ്രമായി ലോകം മാറി. നമ്മുടെ ലൂലു മാളിൽ പോയി മേടിക്കുന്നത് പോലെ, അല്ലെങ്കിൽ എറണാകുളം മാർക്കറ്റിൽ പോയി മേടിക്കുന്നത് പോലെയാ ലോക രാജ്യങ്ങൾക്ക് ഒരു ഏകലോക ഒരു വാണിജ്യ കേന്ദ്രമായി മാറുകയാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ ഫെറാറി കമ്പനിക്ക് വിൽക്കണമെങ്കിൽ അവർ വന്ന് വിൽക്കാം. ഇവിടെ ഒരാളുടെ ചോദ്യം വേണ്ട, ജസ്റ്റ് ഒരു ഇന്ത്യൻ ഗവൺമെന്റ് മാത്രം മതി. കാരണം എന്താണെന്നറിയാമോ? ഗ്ലോബലൈസേഷൻ വന്നു കഴിഞ്ഞു. ഇതൊക്കെ പിന്നിൽ ഒരുവന്റെ ഭരണത്തിന് വേണ്ടിയുള്ള ഒരുക്കമായിക്കൊണ്ടിരിക്കുക. അതൊക്കെ മനസ്സിലാവുന്നുണ്ട്? ഒരുവന്റെ ഭരണത്തിന് ലോകം മുഴുവനും ഒരു കുടക്കീഴിലാക്കി മാറിയിരിക്കുക. ഞങ്ങൾക്കൊരു ഫ്രണ്ട് കമ്പ്യൂട്ടറിന്റെ ആളാ. പുള്ളി ഇവിടെ നമ്മുടെ യു എയിലാണ് ജോലി ചെയ്യുന്നതൊക്കെ. അവിടെ നിന്ന് സാധനമില്ലെങ്കിൽ അതിനേക്കാൾ വില കുറച്ച് കിട്ടാൻ ചൈനയ്ക്ക് കിട്ടും. പോകുക, അവിടെ നിന്ന് സാധനം മേടിക്കുകയാ. ഇല്ലേ? ഇപ്പൊ ചൈനയായിട്ട് അടിയുള്ളത് കൊണ്ട് ആ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. ഇല്ലെങ്കിൽ വില കുറച്ച് നമുക്ക് ബിസിനസ് നടത്താനൊക്കെ വളരെ സിമ്പിളായി നിൽക്കും. അല്ലേ? ഒരു വിരൽത്തുമ്പിൽ നേരം വെളുക്കുമാ ഇന്ന് ചൈനയിൽ പോകാന്ന് പറഞ്ഞാൽ ഒരു ടിക്കറ്റ് എടുത്താൽ പോകാം. നമുക്ക് വലിയ ആവശ്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്? ഓക്കെ, എന്തുമാകട്ടെ, ഒരു വൺ വേൾഡ് ലോകം വരാൻ പോകും. ഏകലോകം വരാൻ പോകുകയാണ്. ഒരു സോഷ്യൽ സെക്യൂരിറ്റി, ഇതുപോലെ ലോകം മുഴുവനും ഒറ്റ സെക്യൂരിറ്റിയിലേക്ക് വരാൻ പോകുകയാണ്. ഇല്ലേ? അത് മാത്രമല്ല, ഒരു വാക്സിൻ, ഒരു കറൻസി, ഒരു മൈക്രോചിപ്പ് എല്ലാം ഒന്നായി ലോകത്തിലേക്ക് എല്ലാം ഒന്നാകാൻ പോകുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ ഒരുക്കമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2ാം ലോക മഹായുദ്ധത്തോടു കൂടി തന്നെ അതിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതാ. യൂറോപ്യൻ യൂണിയന്റെ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. എന്തുമാകട്ടെ, നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അല്ലല്ലോ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ സ്പ്രിംഗ്ലൊക്കെ വന്നപ്പോൾ ഡാറ്റ ചോർന്നു പോയി. നമ്മുടെ മുഖ്യമന്ത്രിയുടെ മോള് ഡാറ്റ, അല്ലേ? നമുക്ക് അറിയാം. അത് ഞാൻ അതിനെക്കുറിച്ച് സ്പ്രിംഗ്ലെ കുറിച്ച് പറയുന്നില്ല. ആരോഗ്യ സേതു ആപ്പൊക്കെ ഈ ഇന്ത്യയിൽ നമ്മൾ വന്നതാ. നരേന്ദ്രമോദി സാറിൻ്റെ ഒക്കെ ആരോഗ്യ സേതു ആപ്പൊക്കെ, അതൊക്കെ അതിലേക്കുള്ള മുന്നോടി മാത്രമായിരുന്നു. ഞാൻ വിടുകയാണ്. എനിക്ക് മനസ്സിലായോ? ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഒറ്റവാക്കി ഞാൻ പറഞ്ഞു വിടുകയാണ്. ഇപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ മനുഷ്യൻ്റെയും കൊറോണ വന്നപ്പോൾ കൊറോണയുടെ വാക്സിൻ കുപ്പി വാക്സിൻ എടുക്കാൻ പോയപ്പോൾ ആ കുപ്പിയുടെ പുറത്തൊരു ബാർകോഡ് ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ച് കാണത്തില്ല നിങ്ങളാരും? എനിക്കറിയാം. ആ ബാർകോഡും പണ്ടൊക്കെ നമ്മൾ പനിയായി ഹോസ്പിറ്റലിൽ പോയാൽ നമ്മോട് ചോദിക്കും, പേരെന്താ, പൈസ പറയാം, അല്ലേ, വീട് എവിടെയാ, ഫോൺ നമ്പറൊക്കെ ചോദിക്കും. ഇപ്പോൾ ഒന്നും ചോദിച്ചില്ല. ഈ വാക്സിൻ എടുക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ ഒറ്റ കാര്യം, നിങ്ങൾ ആധാർ കാർഡ് ഇതാ. എന്നിട്ട് ഈ വാക്സിൻ്റെ കുപ്പിയുടെ പുറത്ത് കാണുന്ന ബാർകോഡും എടുക്കാൻ പോയ എൻ്റെ ആധാർ കാർഡിലെ 12 ഡിജിറ്റുള്ള ആ അക്കൗണ്ട് ചേർന്ന് എല്ലാവരും അതുപോലെ എടുക്കുമ്പോൾ ഈ ഡാറ്റകൾ മുഴുവനും ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി പൂനെയിലുള്ള, നമുക്ക് എല്ലാവർക്കും അറിയാം, പേപ്പറിലൊക്കെ ഇഷ്ടംപോലെ വന്ന കാര്യമാണല്ലേ, പൂനെയിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വൈറോളജിയിലേക്ക് ഇന്ത്യയുടെ മുഴുവൻ ഡാറ്റകളും, എല്ലാ മനുഷ്യൻ്റെയും ഡാറ്റകൾ അവിടെ പോയിരിക്കുക. നമ്മുടെ പേരെന്താ, വീടെന്താ, എത്ര വസ്തുവുണ്ട്, എത്ര ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, മുഴുവൻ വിവരണങ്ങളും എവിടെയുണ്ട്? പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ട് വൈറോളജി, അല്ലേ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി പൂനെയിലുള്ള അവിടെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മുടെയൊക്കെ ഡാറ്റകളൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിന്നും WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന എന്ന് പറയുന്ന യൂറോപ്പിന്റെ കീഴിലുള്ള ആ ഒരു സംഘടനയുടെ അധീനതയിലേക്ക് ഒരുവന്റെ ലാപ്ടോപ്പിലേക്ക് മുഴുവൻ രാജ്യങ്ങളുടെയും ഡാറ്റകൾ പോയിരിക്കുക. നമ്മുടെയൊക്കെ വിചാരം എൻ്റെ ബാങ്ക് കിടക്കുന്ന പൈസ ആരും അറിയുന്നില്ലെന്നാ. നമ്മളെക്കാളും കൂടെ മറ്റവനറിയാം.
ഇല്ലേ? ഈ ചില ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തൊരു സ്ഥലമുണ്ട്, 10 സെന്റ് സ്ഥലം വേറെ ആളുടെ ഉണ്ട്. അദ്ദേഹത്തിന് എവിടെയൊക്കെ സ്ഥലമുണ്ടെന്ന് പുള്ളിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട്, അദ്ദേഹത്തിന്റെ ഡാറ്റകളൊക്കെ അവിടെയുണ്ട്. അവർക്കറിയാം എവിടെയൊക്കെ സ്ഥലമുണ്ടെന്ന്. അത്രയും നമ്മൾ അറിയാത്തതുകൊണ്ടതാ. നമ്മുടെയൊക്കെ വിചാരം ഈ നമ്മുടെ അലമാരിൽ പൊതിഞ്ഞ് ലോക്കറിൽ കീട്ടൊക്കെ വെച്ചിരിക്കുക. പക്ഷെ ഇത് മുഴുവനും തുറന്നു വെച്ചിരിക്കുക, പുസ്തകം പോലെ ഇരിക്കുക. നമ്മുടെ വരുമാനം എത്രയെന്ന് പോലും അവർക്കറിയാം. നമ്മൾ മണ്ണം കളിച്ചിരിക്കുക. ഇത് കണ്ണടച്ചോണ്ട് പൂച്ച പാല് കുടിക്കുന്നതിനെ കുടിച്ചോണ്ടിരിക്കുക. ഇതൊക്കെ നമ്മുടെ മുഴുവൻ ഡാറ്റകളൊക്കെ ചോർന്ന് മുഴുവനും പോയി കഴിഞ്ഞു. നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഇത്രയും പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക. ഇത്രയ്ക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് നമ്മൾ മുദ്രയെക്കുറിച്ചൊക്കെ എന്താണ്, ജിമാട്രി പോലുള്ള ന്യൂമറിക് സയൻസിനെയൊക്കെ കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് ചിന്തിക്കും. മുദ്രയെക്കുറിച്ച് ചിന്തിക്കും അല്പമായിട്ട്. ഓക്കെ, കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ.